IFPHന്റെ 1450 പ്രതിദിന സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇനി വെറും 10 ദിവസം മാത്രമാണ് IFPHന്റെ ഈ സൂം 4 വർഷം തികയ്ക്കാനായിട്ടുള്ളത്. ഇന്ന് നമുക്ക് അതുപോലെ തന്നെ 1450 ദിവസമാണ്. ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ എസ് ബാലചന്ദ്രൻ സാറാണ്. സാർ ഇതിനോടകം 2 ക്ലാസ് നമുക്ക് എടുത്തു തന്നു. സാറ് BSc DHMS കേരള സെക്രട്ടേറിയറ്റിലെ മുൻ മെഡിക്കൽ ഓഫീസർ, അതായത് 10 വർഷം തുടർച്ചയായിട്ട് സെക്രട്ടേറിയറ്റിലെ ഹോമിയോ ഡിസ്പെൻസറിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. തിരുവനന്തപുരത്ത് ചാക്കയില് സ്വന്തം വീട്ടിലെ സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ ഡോക്ടർക്ക് ചാക്ക ബാലചന്ദ്രൻ എന്ന പേരാണ് ലഭിച്ചിരിക്കുന്നത്. 43 വർഷത്തിലകം ചികിത്സാനുഭവങ്ങളുള്ള വ്യക്തിത്വമാണ്. പുതുതലമുറയ്ക്കായി ധാരാളം അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള വ്യക്തിത്വം. ഞങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായ സാറ് ചികിത്സാനുഭവങ്ങൾ പങ്കെടുക്കുവാനായി ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. സാറിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ ആരംഭിക്കാം. സംസാരിച്ചോളൂ സാർ. ഇല്ല, ഇപ്പൊ ആയിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. വീണ്ടും മ്യൂട്ടായി പോയി. ഇപ്പൊ ശരിയായി. ഓക്കെ, തുടങ്ങാം. സാർ. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ സംസാരത്തിൽ വെച്ച് കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത് തുടങ്ങാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ ഞാനൊരു വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ധനേഷ് സാർ എന്നെ വിളിക്കുന്നത്. നമുക്കൊരെണ്ണം ആയിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഇന്നത്തെ അനുഭവം തന്നെ ആയിരിക്കും അതിൽ ആദ്യത്തത്. കാര്യം നമ്മള് കൊറോണയൊക്കെ തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു 65 വയസ്സുള്ള ഒരു ലേഡി, യൂട്രസിൽ ക്യാൻസർ. യൂട്രസ് മാത്രമല്ല, അവിടെ നിന്ന് മെറ്റാസ്റ്റാസിസ് ആയിട്ട് ലിവറിന്റെ റൈറ്റ് ലോബ്, ഗാൾ ബ്ലാഡർ, പിന്നെ സിഗ്മോയിഡ് കോളൻ, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഇത് വ്യാപിച്ച് ഇതിൽ 1-2 ഭാഗങ്ങൾ റിമൂവ് ചെയ്തിട്ട് തിരിച്ചവർ RCCയിലോട്ട് അയക്കുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ ഈ ഭാഗങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർക്ക് ഉണ്ടായിരുന്ന അസുഖം എന്ന് പറയുന്നത് നട്ടെല്ല് കംപ്ലീറ്റ്, ഇസ്കിയൽ ബോൺ ഉൾപ്പെടെ കംപ്ലീറ്റ് ബാധിച്ചു കഴിഞ്ഞു. അപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ആ പേഷ്യൻ്റ് ആ സമയത്തേക്ക് ഒരു കൈഫോസിസ് കണ്ടീഷനായിട്ട് കംപ്ലീറ്റ് മുമ്പോട്ട് കുനിഞ്ഞ് നിവർന്ന് നിൽക്കാൻ വയ്യ. ആ ലേഡിയുടെ നേരത്തെ ഉള്ള പൊക്കമൊന്നും ഇല്ല. എനിക്ക് ആ ഒരു സ്റ്റേജിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വരുന്ന ആ യാത്ര ചെയ്യാനോ ഒന്നും വയ്യാത്ത ഒരു അവസ്ഥയിൽ. കാര്യം എന്ന് വെച്ചാൽ ഈ 33 കഷ്ണം വെർട്ടിബ്രൽ കോളത്തിന്റെ എല്ലാ ഭാഗത്തും ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനും ആ ഒരു ലേഡി അവരുടെ അസുഖമൊക്കെ ഏകദേശം മാറി. ഒരു ക്യാൻസർ മാറണം എന്ന് പറഞ്ഞത് എത്ര ദിവസത്തേക്ക് എനിക്ക് അറിഞ്ഞിട്ടാ. പക്ഷേ അസുഖമൊക്കെ മാറി. അവരാദ്യമായിട്ട് ഒരു 4 കൊല്ലത്തിന് ശേഷം ആദ്യമായി കാറിൽ കയറി എൻ്റെ വീട്ടിൽ വരുന്ന സമയത്താണ് സാർ എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, അപ്പൊ ഈ വിവരം നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് സാറിൻ്റെ അടുത്ത് അന്ന് തന്നെ അത് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിച്ച മരുന്ന് പറയുന്നത് എൻ്റെ സ്ഥിരം മരുന്നായ തൂജയാണ് അതിൽ ഒന്നാമതായി കൊടുത്തത്. പിന്നെ കൽക്കേറിയ ഫ്ലവർ. പിന്നെ ഇതിൽ ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിനെല്ലാം എന്നെ സഹായിക്കണം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ അറിവുള്ളത് ചിലപ്പോൾ എൻ്റെ മിസ്സസിനായിരിക്കും, ഡോക്ടർ ഷീജ. അതും ഇതുപോലെ ഒരുപാട് കാലം ഗവൺമെന്റ് സർവീസിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൽക്കേറിയ ഫ്ലവർ കൂടെ കൊടുക്കണം. കൽക്കേറിയ ഫ്ലവർ കൊടുത്തു കഴിഞ്ഞാൽ ബോണിന്റെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഇതില് ഞാനപ്പോൾ ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ ക്യാൻസറസ് ഗ്രോത്ത് ഇതെല്ലാം ഉണ്ട്. ഇപ്പം ഈ പല ഭാഗങ്ങളിൽ എത്തി കഴിഞ്ഞപ്പോൾ കോൺസ്റ്റിപ്പേഷനും എല്ലാം ഉണ്ട്, മലമ്പാത ഇതൊക്കെ ഇരിക്കുന്ന അതിനൊക്കെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നക്സോമിക്ക, അലുമിന അങ്ങനെ തുടങ്ങിയ മരുന്നുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം തൂജ സ്ഥിരമായി കൊടുക്കും.
ഹെപ്പാർ സൾഫർ കൊടുക്കും, കൽക്കരിയ ഫ്ലോർ. പിന്നെ കൊടുത്തപ്പോൾ ഈ ബോണിന്റെ ഇത് എടുക്കപ്പോൾ ഞാൻ പാർട്ടായിട്ടാണ് അതിന് ചികിത്സിച്ചത്. ആദ്യം ഈ അവയവങ്ങൾ മാറ്റിയതിന് ആർണിക്ക് മുതൽ തുടങ്ങി. അതിൽ വളരെ ആശ്വാസം കണ്ട് ലാസ്റ്റില് എഴുത്ത് നിൽക്കുമ്പോഴേക്കും ഒരു നട്ടലിന്റെ വേദനയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, കിടക്കണത് ഹാർഡ് ബെഡായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ റൊമാറ്റിക് കംപ്ലൈന്റിനൊക്കെ പറയുന്ന ആ നട്ടലിന്റെ ലംബാഗമൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തുള്ള അതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് അവരെടുത്തും പറഞ്ഞത്. അപ്പം ഈ ട്രീറ്റ്മെന്റ് പറഞ്ഞ ആ സമയത്ത് ഇവര് പിന്നെ കുറച്ച് ദിവസമൊക്കെ പറയണൊക്കെ അനുസരിച്ച് ഒത്തിരി വേദനയൊക്കെ മാറി. അപ്പൊ ഇവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു സിംറ്റം എന്ന് പറഞ്ഞാൽ വയറിനകത്ത് എരപ്പെന്നാണ്. എരപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആയിരിക്കും ഒരു എരപ്പെന്ന് പറയണം. അപ്പൊ ആ എരപ്പ് മാറാനായിട്ട് ഞാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നെന്ന് പറയുന്നത് അലുമിനിയം. അലുമിന കൊടുക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടും. പിന്നെ അതുപോലെ തന്നെ അതിൽ നിൽക്കാതെ വരുമ്പോഴേക്ക് പിന്നെ ചമോമില കൊടുക്കാൻ ഒരു ആശ്വാസം കിട്ടാറുണ്ട്. അപ്പൊ ഈ രണ്ട് മരുന്നും അതിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചു. പിന്നെ ലോവർ അബ്ഡോമിനൽ പെയിൻ കൂടുതലായിട്ട് വരുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ എല്ലാം വരണമെങ്കിൽ ഇപ്പിക്കാക് റിയാക്സ്. അപ്പം ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇവരടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് തൂക്കുകയോ ഒന്നും ചെയ്യരുത്. അപ്പൊ നല്ല സാമാന്യം പൊക്കമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. ഈ അസുഖം അവരുടെ ഈ കൈഫോസിസ് ആയ സമയത്ത് ഒരു നല്ല പൊക്കക്കുറവും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവര് ഒരു മെത്ത, അവര് ഭാര്യയും ഭർത്താവും കൂടെ ഒരു മെത്ത വെയിലത്തിട്ടിട്ട് ഇതിനെ വലിച്ചെടുക്കാനും അതോടുകൂടി ഇവരുടെ എന്ന് വെച്ചാൽ ഈ മെത്തയ്ക്ക് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് പല ആംഗിളിലാണ് അതിന്റെ വെയിറ്റ് പിടിക്കുന്നത്. അപ്പൊ നമ്മളെ വെർട്ടിബിൾ കോളത്തിന്റെ പല ഭാഗത്തായിട്ട് അത് ഫ്ലക്ച്വേഷൻ ഉള്ളതുകൊണ്ട് ഈ വെർട്ടിബിൾ കോളവും അതുപോലെ പോയി ഒടുവിൽ തീരെ എഴിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജിൽ ആണ് എൻ്റെ മിസ്സിന്റെ ഉപദേശം കിട്ടിയിട്ട് ഞാൻ കൽക്കറിയ ഫ്ലവറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഏതായിരുന്നാലും 4 കൊല്ലത്തെ ചികിത്സയ്ക്ക് ശേഷം അവർ ആദ്യമായി ഒരു കാറിൽ കയറിയ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന് പറയാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ കീമോ എടുക്കണമെന്ന് പറഞ്ഞ് അതിന് പോയില്ല. പിന്നെ റേഡിയേഷനോ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഈ അവയവങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു പ്രമുഖ സ്ഥാപനത്തിൽ പോയി അവിടെ നിന്ന് ഇതിൽ യൂട്രസ് എടുത്ത് കളഞ്ഞ്, യൂട്രസ് അല്ല സിഗ്മോയിഡ് കുറച്ചെടുത്ത് കളഞ്ഞ് വല്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് വേറെ ഒരു ട്രീറ്റ്മെന്റിനും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ആളുകളെല്ലാം തന്നെ അവരെ വളരെയധികം ശകാരിച്ചു. ഹോമിയം വെച്ചുകൊണ്ടിരുന്നാൽ മതിയാന്ന് പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ വ്യക്തികളിൽ പലരും ഇന്നില്ല. അവർ സുഖമായിട്ട് ജീവിച്ചിരിക്കണം എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഇവർ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ ഒക്കാത്ത ഒരിതാണ്. കാര്യം ഒരു രോഗി ഇത്രയും അവയവങ്ങളിൽ ബാധിച്ചിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു അസുഖം ഇല്ലാത്തനൊക്കെ വരുന്നതായിട്ട് ഇപ്പോഴും അവർക്ക് യഥാർത്ഥം പറഞ്ഞാൽ ഒന്നുമില്ല. എന്നിട്ട് എനിക്കത് ആ അസുഖം ഞാൻ ട്രീറ്റ് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരിതാണ്. ആ റിപ്പോർട്ടിനെ ഞാൻ നമ്മളെ പാലയിൽ വർക്ക് ചെയ്യുന്ന തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പാസ്സായ ഒരു ഓങ്കോളജിസ്റ്റ്, പാലയിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. ഞാൻ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പുള്ളിയായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പം പറഞ്ഞ് പിന്നെ ഇത് സർജറിയെ ഉള്ളു കാര്യം എല്ലാം പറഞ്ഞ്. പക്ഷെ ആ ഡോക്ടറെ അടുത്ത് ഞാൻ ഈയിടെ വേറൊരു സംശയം വിളിച്ച് ചോദിക്കാനായിട്ട് അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ പുള്ളി സ്റ്റിൽ ലൈവ് ഒരൊറ്റ മരുന്നും ചെയ്തിട്ടില്ല, ഹോമിയോ അല്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് ഞാൻ രണ്ടാമത് ചോദിക്കാനായിട്ട് ചോദിച്ച ബ്രെയിൻ ട്യൂമറിനും പറഞ്ഞ് അങ്കിളിന്റെ മരുന്ന് മാത്രം മതി, അല്ലാതെ ഞങ്ങൾ ഒരൊറ്റ മരുന്നും വേണ്ട, അവർ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വിജയമാണ് എന്ന് പറയുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ 33 കഷ്ണം നമ്മളെ വെർട്ടിബ്രൽ കോളം മുഴുവനും അഫക്റ്റ് ചെയ്ത ഒരു കേസ് വെറും കൽക്കേരിയ ഫ്ലവറും തൂജയും ഈ പറഞ്ഞ റെസ്പിറേറ്ററി അല്ല ഈ ഗ്യാസ്ട്രിക്കുകളുടെ കൊടുക്കുന്ന മരുന്നുകൾ മാത്രം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് ഹോമിയോയുടെ ഒരു വൻ വിജയമായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിന് ഈ മരുന്നല്ലാതെ ഞാൻ കൊടുത്തിട്ടില്ല. തൂജ 1 ഹെപ്പാർ 1 കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കൽക്കറിയ ഫ്ലവർ 6X 3X എല്ലാം കൊടുത്തിട്ടുണ്ട്. പലതും കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതായിരുന്നാലും പൊക്കത്തിലും യാതൊരു കുറവും വന്നിട്ടില്ല. മറ്റേ പൊക്കം വളരെ കുറഞ്ഞു വരുന്നത്. കാര്യം ഈ വെർട്ടിബ്രൽ കോളത്തിന്റെ ഫ്രണ്ട് വശത്തിന് തേയ്മാനം വരുമ്പോഴേക്കും മുമ്പോട്ട് കുനിയുകയും ചെയ്യും, പൊക്കവും കുറഞ്ഞു. അപ്പൊ അതും പരിഹരിച്ച ഒരു സന്തോഷത്തിലാണ് അന്ന് സാറിനെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ ശരി 3ാമത്തെ എൻ്റെ സംഭാഷണവും അതിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അപ്പം ആ അനുഭവം ഇപ്പോഴും വളരെ സന്തോഷമായിരിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ലാതെ ജീവിക്കണം. ഇനി ഒരു മെർസോളിന്റെ കേസ് പറയാൻ പോവാണ്. അപ്പൊ ഇത് തൂജയുടെ മെർസോളിൻ്റെത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഡോക്ടർ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഒരു ലിഷ്നിഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടാ നേരത്തെ. ലിഷ്നിഹാൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക്കൽ ഡിസോർഡറാണ്. ഹോമിയോപ്പതിയിൽ അത് മാറണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു ലീഡിങ് ഡോക്ടറാണ് അത് ഡയഗ്നോസ് ചെയ്തത്.
ലീഡിങ് ഡോക്ടർ അത് അതിന്റെ പല കോപ്പികൾ. കാര്യം ഈ കുട്ടിയുടെ ഇതിന്റെ ഒരു സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറ്റിക്കൽ അബ്നോർമാലിറ്റിയാണ്. ഈ കുട്ടി ജനിക്കുന്നത് ഒരു വൈകല്യത്തോടു കൂടിയാണ്. കാര്യം ഇതിന് അധിക ദിവസം ജീവിതം ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. മാക്സിമം 3 വർഷം പോകും എന്നുള്ളതാണ് മോഡേൺ മെഡിസിനിലെ കണക്ക്. 3 കൊല്ലം പോകാൻ അതിൽ കൂടുതൽ ആരും ജീവിച്ചിട്ടില്ല എന്നും കൂടെ ഈ ഡോക്ടർ ഈ സ്ത്രീ എന്ന് പറയുന്നത് തിരുവനന്തപുരം നമ്മളെ സെക്രട്ടറിയേറ്റിന്റെ ഫൈനാൻസിൽ ഒരു അഡീഷണൽ സെക്രട്ടറിയാണ്. ഞാൻ പേര് പറയണില്ല. അഡീഷണൽ സെക്രട്ടറിയാണ്. അവരുടെ 2 മക്കളിൽ ഇളയാളാണ്. അപ്പൊ 7 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ കുട്ടിക്ക് ഈ അസുഖം ആണെന്നുള്ളത് കൺഫേം ചെയ്യണം. 7 വയസ്സായപ്പോൾ ഈ കുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെറും 13 കിലോ. അപ്പൊ ആ ഫിഗർ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 7 വയസ്സുള്ള കുട്ടിക്ക് 13 കിലോ വെയിറ്റ്. അപ്പം ഞാനപ്പോൾ അതിൽ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് ഈ തനിയെ തന്നെ അവർ സ്വന്തമായിട്ട് സെൽഫ് എഞ്ചുറി വരെ ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ വിരലൊക്കെ വരുന്ന സമയത്ത് കടിച്ചു പറിക്കുക, അങ്ങനെ വിരലൊക്കെ കടിച്ചു പറിക്കുകയും ഈ കുറെ ചാബല്യങ്ങളൊക്കെ കാണിക്കും. വളരെ വയലന്റ് ആയിട്ടുള്ള ചാബല്യങ്ങളും ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ ഈ കൈയൊക്കെ ഒരു അൺഈവനായിട്ടുള്ള ഒരു മൂവ്മെന്റുകൾ ഇങ്ങനെ നോക്കും. സൂര്യപ്രകാശത്തിലോട്ട് നോക്കി കൈ ഒരു ചില പ്രത്യേകതരം മൂവ്മെന്റുകൾ കാണിച്ച്, ഇത് പുള്ളി അറിഞ്ഞുകൊണ്ട് ചെയ്യണമല്ലേ അറിയാതെ, അങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റുകളൊക്കെ ഈ അസുഖത്തിന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സമയത്ത് ഈ ലേഡി എന്ന് വെച്ചാൽ ഈ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ഇവർക്ക് ഒരു ഫൈബ്രോയിഡ് മാറിയത് ഇതുകൊണ്ട് ഈ ഡോക്ടർ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ലിഷ്നിഹാൻ സിൻഡ്രോമിന്റെ ആണെന്നുള്ളതും ഉള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് എനിക്കും തന്നിട്ട് തിരുവനന്തപുരത്തുള്ള വേറെ പല ഡോക്ടർമാരെ എന്നിട്ട് ഗൂഗിളിൽ കൂടെ അവർ ഇത് പറഞ്ഞു ഇതിനെ ചികിത്സിച്ചിട്ടുള്ള ആരെങ്കിലും ഡോക്ടർമാരുണ്ടെന്നുള്ള അതുമൊക്കെ അവർ അന്വേഷിച്ചു. അപ്പൊ അതിലൊന്നും നടന്നില്ല. അവസാനം പിന്നെ ഈ റിസർച്ച് സെന്ററിൽ തന്നെ പോയി. റിസർച്ച് സെന്ററിലാകുമ്പോൾ കുറെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അവിടെ പോയി വളരെ കാര്യമായി ചികിത്സയൊക്കെ കഴിഞ്ഞ് കുട്ടിക്ക് 3-4 ആഴ്ചയായിട്ടും 13 കിലോയിൽ നിന്ന് 1 കിലോ കൂടിയിട്ടില്ല. അങ്ങനെ വന്നപ്പോഴേക്ക് പുള്ളി പറഞ്ഞ് നിങ്ങൾ അലോപ്പതി ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് കുട്ടിയുടെ വിധി, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞപ്പോഴേ വീണ്ടും ഇവർ എൻ്റെ അടുത്ത്. അപ്പൊ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്നപ്പോഴേക്ക് ഈ കടലാസ് എൻ്റെ കയ്യിൽ തന്ന സമയം തന്നെ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി എന്നുള്ളത് കൊണ്ട് ഞാൻ അപ്പോഴേ മരുന്ന് നിശ്ചയിച്ചു കഴിഞ്ഞ് മെർസോൾ 50 mg അതിലാണ് മരുന്ന് തുടങ്ങുന്നതെന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അപ്പൊ ഇവര് പിന്നെ വരാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നീട് ഇവർക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് അവിടത്തതും മോനെ തഴഞ്ഞ് കൈവിട്ടു, ഇനി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാനിപ്പം പിന്നെ എൻ്റെ ആ തനി സ്വഭാവം തന്നെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ കടലാസ് കൊണ്ട് തന്നപ്പോൾ ഞാനൊരു മരുന്ന് വെച്ചിട്ട് നിങ്ങളെ കാത്തിരുന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നതൊന്നുമില്ല, നിങ്ങളെപ്പോഴത്തേക്ക് വലിയ മറ്റേ പ്രായം കൂടിയ ഡോക്ടർമാരെയൊക്കെ കാണാൻ പോയെന്ന് പറഞ്ഞ ഒരു എടുപ്പം എടുത്ത്. അപ്പം ഇവര് ഒടുവിൽ ഞാൻ ഇങ്ങനെ മരുന്ന് പറഞ്ഞ് എഴുതി കൊടുത്തപ്പോഴത്തേക്ക് ഈ മരുന്ന് ജർമ്മൻ മെഡിസിൻ കിട്ടണമെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ ഇത് പറയണതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഹോമിയോ ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഹോമിയോ മരുന്നിന്റെ ഡയലൂഷന് യാതൊരു ഡേറ്റ് ഓഫ് എക്സ്പയറി ഇല്ലെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ മരുന്നിന്റെ. ഈ കേസ് ഞാൻ പറയുന്നതിൽ മനസ്സിലായിട്ടുള്ളത് കാര്യം, മെർക്സാൾ ഒണ്ണം ഞാൻ കുറിച്ചു കൊടുത്തപ്പോൾ അവര് വേറെ ഒന്നും ചെയ്തില്ല. അവരുടെ ആ ഒരു ഇതുകൊണ്ടും ആ കുട്ടിയെ രക്ഷിക്കാനുള്ളത് കൊണ്ടും നേരെ വിൽമർ ഷാബിന്റെ കമ്പനിയുടെ അഡ്രസ്സ് എടുത്തിട്ട് ജർമ്മനിയിൽ വിളിച്ച് നേരെ ജർമ്മനിയിൽ ഫോൺ ചെയ്ത് അവര് അവിടെ ഉടനെ ഇന്ത്യക്കകത്തുള്ള ഒരു ഡീലറുടെ അടുത്ത് ആ ഡീലർ ഒടുവിൽ തിരുവനന്തപുരത്ത് അമൃത എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എഴുതി കൊടുത്തപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴും ഈ മരുന്ന് ഇല്ല. മരുന്ന് കുറെ ദിവസം കഴിയും കിട്ടാനെന്ന് പറഞ്ഞ് 50 mg മെർസോളിന്റെ 50 mg. അപ്പൊ അവര് വേറെയും പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് കിട്ടാതെ വീണ്ടും തിരിച്ച് എൻ്റെ കൂടെ വന്നു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് എടുത്ത് പറഞ്ഞ് നമുക്ക് പല സ്ഥാപനങ്ങളുണ്ടല്ലോ അതിലിങ്ങനെ മരുന്ന് അത്യാവശ്യമുള്ളത് ഉണ്ടായി കൊടുക്കുന്നത് വരെ ഉള്ള സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും പറഞ്ഞ് നമുക്ക് 50 mg നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ള ഇതിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ആ ഒരു മാർച്ച് എൻഡിന്റെ ആ സമയമായപ്പോഴേക്കും സെക്രട്ടേറിയറ്റിലെ ഈ എൻ്റെ ആകുമ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാം, ഒരു പഴയ മരുന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ ഒരു സ്റ്റോക്ക് വെരിഫിക്കേഷനും പഴയത് എത്ര ഉണ്ടെന്നും ഒക്കെ നോക്കി എഴുതുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ശ്രീ കരുണാകരൻ തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പൊ അന്നേ ഉള്ള മരുന്നുകൾ അവിടെ ഇരിപ്പുണ്ട്. ആ മരുന്നുകളുടെ കൂട്ടത്തിൽ ഈ മരുന്ന് ഇരിക്കണവരും നമ്മൾ അറിഞ്ഞില്ല. അപ്പൊ ഡംപ് ചെയ്ത് എടുത്ത് കളയാണ്ട മരുന്ന് എന്ന് വെച്ചാൽ അടപ്പൊക്കെ പൊട്ടി വെറും വേസ്റ്റ് ആയിട്ടിരിക്കുന്ന മരുന്നിനെയൊക്കെ കളയാൻ വേണ്ടി ഇതിനെ എടുത്ത കൂട്ടത്തില് ഞാൻ വെറുതെ യാദൃശ്യമായിട്ട് നോക്കിയപ്പം അതിന്റെ മുകളിലത്തെ വെള്ള അടപ്പ് ചെറിയ കുപ്പി അതിന്റെ വെള്ള അടപ്പ് പൊട്ടിപ്പോയി അകത്തെ ചെറിയ കോക്കില്
മാത്രം ഇരിക്കുന്ന ഡോക്ടർ മർസോൾ 50 അതിൽ എഴുതിയിട്ടുള്ള ഇത് ഞാൻ ഈ മരുന്ന് മാറ്റി വെച്ചിട്ട് ഈ മാഡത്തിനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ഫാർമസി കൊണ്ടുപോയിട്ട് ഇതിന് 6 ഡോസ് വാങ്ങിക്കാൻ പറഞ്ഞു. ഈ 6 ഡോസ് വാങ്ങിച്ചിട്ട് ഈ മരുന്നിനെ തിരിച്ചിവിടെ തന്നെ കൊണ്ട് വെക്കാൻ പറഞ്ഞ് അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ പഴയ മരുന്ന് എന്ന് വെച്ചാൽ നമ്മളെ കരുണാകരൻ സ്ഥാപനം തുടങ്ങിയ സമയത്ത് വന്ന കൂട്ടത്തിൽ വന്ന മർസോൾ 50 ഒരു 10, 15, 20 കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ആ മരുന്ന് അതിന്റെ അടപ്പൊക്കെ പൊട്ടിയ കുപ്പിയുടെ കോർക്കിൽ മാത്രം ഇരുന്ന ഈ മരുന്ന്, അതായത് പകുതി മരുന്നുണ്ടായിരുന്നത് 6 ഡോസ് കൊടുത്ത്. ഈ 6 ഡോസ് കൊടുത്തപ്പോഴാണ് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് വെയിറ്റ് കൂടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ 13 കിലോ ഫിക്സഡ് ആയി നിന്ന വെയിറ്റ് ഒരാഴ്ച കൊണ്ട് 19 കിലോ ആയി. റെക്കോർഡാണ് അത്. അതിന്റെ ആ ഒരു ഇത് അങ്ങനെ ഡേ ബൈ ഡേ അത് ഇമ്പ്രൂവ് ചെയ്ത് വന്ന് ഈ മരുന്ന് ഒരു 20 ഡേയ്സ് ഗ്യാപ്പിൽ ഞാൻ കൊടുത്തോണ്ടിരുന്നു. 50 തന്നെ ഒരു ഇതിൽ കൊടുത്തോണ്ടിരുന്ന് ഒരു കുഴപ്പമില്ലാതെ കൂടുതൽ ഒരു ഡെന്റൽ പ്രോബ്ലം വന്നപ്പോൾ ഈ കുട്ടിയെ പിന്നെ നമ്മള് ഇവിടെ ഉണ്ടല്ലോ ഈ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശുപത്രി അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അടുത്ത ചികിത്സ മുഴുകാവരംഗത്ത് എങ്കിലും അതിന് 13 കിലോയിൽ നിന്ന് ഒരു വെയിറ്റ് കയറ്റി വിട്ടതും എല്ലാം മറ്റേ ഇന്നവൻ ഒരു എഞ്ചിനീയറായിട്ട് ഏതോ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണമായിട്ട് ഈ അടുത്ത സമയത്ത് മാഡം എൻ്റെ വീട്ടിൽ വന്നിട്ട് ചികിത്സയ്ക്ക് വന്ന സമയത്ത് എന്നെ അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു പറഞ്ഞ ഉത്തരം ലോകത്തിൽ തന്നെ എണ്ണപ്പെട്ട ഒരാൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളെ മകനാണ്. അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരു അമ്മയെ ഞാൻ ഏതായാലും മറക്കൂല എന്ന് പറഞ്ഞപ്പോൾ എപ്പോഴാണ് പറഞ്ഞ ഒരു സ്ഥലത്ത് ബിടെക് കഴിഞ്ഞ് എഞ്ചിനീയറായിട്ട് ട്രെയിനി ആയിട്ടിരിക്കുകയാണെന്നോ. അങ്ങനെ നമ്മളെ ഹോമിയോപ്പതിയിലെ മരുന്നുകളുടെ അത്ഭുതങ്ങളിൽ അത്ഭുതമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ആരും ചികിത്സിച്ചിട്ടില്ലാത്ത ഒരു ഫീൽഡാണ്. പിന്നെ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് ഹോമിയോ മരുന്നിന്റെ ഡയലൂഷന് എക്സ്പയർ ഇല്ല. കാര്യം ഇത്രയും ഇരുന്നിട്ടും ആ മരുന്ന് കൊടുത്തിട്ട് ഈ ഇത്രയും അതിവിദഗ്ധന്മാരെല്ലാം ചികിത്സിച്ചിട്ടും 1 കിലോ കൂടെ കേടാത്തത് ഒരാഴ്ച കൊണ്ട് ഇത്രയും വ്യത്യാസം വന്നില്ലേ. 13 19 കിലോ. അതാണ് അതിന്റെ ആ ഒരു വ്യത്യാസം. അതാണ് 6 ഡോസ് 6 ഡോസ് 6 ഡോസ് ഞാൻ ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ആയിട്ട് ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കെന്നല്ല എൻ്റെ അടുത്ത് വരുന്ന പേഷ്യന്റിനെ ഞാൻ കൊടുക്കുന്ന മരുന്നെന്ന് പറയുന്നത് മർസോൾ തന്നെയാണ് കൊടുക്കുന്നത്. മർസോൾ 50 ml പൊട്ടൻസി കൂട്ടി തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ പല കേസുകളും വിജയിച്ചിട്ടുണ്ട്. പല കേസ് വെച്ചാൽ പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്നാണ് തോന്നുന്നത്. അതുപോലെ പിന്നെ അമ്മ AB നെഗറ്റീവ് അച്ഛനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി ജനിച്ച് 10 വർഷം കഴിഞ്ഞ ശേഷം അടുത്ത കുട്ടി ജനിച്ചപ്പോഴാണ് പ്രോബ്ലമായി ജോണ്ടിസ് വന്നിട്ട് മറ്റേ ബിലിറൂബിൻ വന്നിട്ട് ഒരു 18 20 ഒക്കെ ആയിരുന്നു ആ ഇത്. ഒടുവിൽ അതും ഇതുപോലെ ജനിച്ച ഉടനെ എന്ന് വെച്ചാൽ ജനിച്ച് ഒരു മണിക്കൂർ. കാര്യം ഞാൻ ജനിച്ച ആ സമയത്ത് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ഈ ഗവൺമെന്റ് ഇതിലാണ്. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റാഫിന് വേണ്ടിയുള്ള ഒരു ആശുപത്രിയാണ് SK ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അവിടെയാണ് പ്രസവം നടന്നത്. പ്രസവം നടന്നപ്പോഴത്തേക്ക് ബിലിറൂബിൻ 20 മുകളിലുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ ഒരു തോന്നൽ 20 മുകളിലായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞല്ലേ വീട്ടിൽ വന്നപ്പോഴേക്ക് വീട്ടിൽ ഞാൻ ഇല്ലായിരുന്നു. ഞാൻ അപ്പോൾ പാലക്കാട് ഷിർവാണി ഡാമിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളി ഇവിടെ വന്ന് എൻ്റെ ഗേറ്റിൽ പൂട്ട് കണ്ടുകൊണ്ട് വിളിച്ചത്. അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ നിൽക്കും, നീ ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ ചെന്ന് മരുന്ന് വാങ്ങിച്ചിട്ട്. അപ്പൊ അവരുടെ ഞാൻ പറഞ്ഞു കൊടുത്തു മർസോൾ 50 ml എടുത്ത് ഒരു കുപ്പി പൊട്ടിച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു തുള്ളി ഒരു സിംഗിൾ ഡോസ് പ്രസവിച്ചിട്ട് 2-3 മണിക്കൂറായ കുട്ടിയാണ്. ഈ ഒരൊറ്റ ഡോസ് പൊട്ടിച്ച SL എടുത്ത് അതിൽ ഒരു ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചിട്ട് അതിനെ പൊതിഞ്ഞ് കയ്യിൽ കൊടുത്തിട്ട് ആ കുപ്പി എൻ്റെ ഇതിൽ വെച്ചേരെ ഞാൻ മരുന്നെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ഈ ഒരു മരുന്നിനെ കൊണ്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം അപ്പഴിച്ച് കൊണ്ട് ചെന്നൊരു 2 മണിക്ക് കൊടുത്ത് ഒരു ഭാഗം രാത്രി 9-ന് കൊടുത്ത് അടുത്തത് രാവിലെയും രാത്രിയായിട്ട് 4 ഡോസ് ഈ കുട്ടിക്ക് കൊടുത്ത്. ഏതായിരുന്നാലും ഇപ്പൊ അവനൊരു 19-20 വയസ്സായി. കൽക്കട്ടയിലെ ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഏതോ ഒരു നല്ല സ്പെഷ്യലായിട്ടൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് അലോപ്പതിയിൽ അവർ പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അമ്മയുടെ ബ്ലഡ് മുഴുക്ക ചോർത്തി കളഞ്ഞിട്ട് അച്ഛന്റെ ബ്ലഡ് കൊടുക്കുക, അതായിരുന്നു അവരുടെ തീരുമാനം. അപ്പൊ അതും ചെയ്യേണ്ടി വന്നില്ല. ഈ വിവരം പുള്ളി എൻ്റെ ഒരു പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് സാമുവൽ കൂടൽ എന്ന് പറഞ്ഞ ഒരു സന്യാസി, പുള്ളി എൻ്റെ പേഷ്യൻ്റാണ്. പുള്ളിയുടെ ഒരു അസുഖത്തിന് വേണ്ടി എന്നെ സമീപിച്ച്, ഒരു കൂട്ടുകാരൻ വഴി സമീപിച്ച്, പുള്ളി എന്നുവെച്ചാൽ വേറെ അസുഖമല്ല, കപ്സിങ്കോ എന്ന് പറയുന്ന അസുഖത്തിന് പുള്ളി സമീപിച്ചിട്ട് പുള്ളിയുടെ അസുഖം മാറിയ സമയത്ത് പുള്ളി ഒരു തഴഞ്ഞ കല്ല് മൂലക്കല്ലായി എന്ന് പറഞ്ഞ് ഹോമിയോപ്പറ്റി ഒരു നല്ല ഒരു പ്രഭാഷണം നടത്തി. പക്ഷേ ഈ പ്രഭാഷണം സാമുവലിന്റെ സുവിശേഷം 508 എന്ന് പറഞ്ഞാണ്
ഇത് നമ്മളെ യൂട്യൂബിൽ വന്നത്. പക്ഷെ 508 ഇപ്പോഴും നിലവിലില്ല. കാര്യം പുള്ളിയുടെ സ്വഭാവം അത്ര നല്ലതായതുകൊണ്ട് ക്രിസ്ത്യൻ പാതിരിമാർക്കും പള്ളിയിലെ അച്ഛന്മാർക്കൊക്കെ എതിരെ ഒരുപാട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ഇതായതുകൊണ്ട് 299 കേസ് പുള്ളിയുടെ ഇതിലുള്ളത് കൊണ്ട് പുള്ളി ആരോ പുള്ളി എഴുതിയ സാമുവലിന്റെ സുവിശേഷം ആ കംപ്ലീറ്റ് വീഡിയോയും അങ്ങ് ഡിലേറ്റ് ചെയ്ത് കിട്ടാത്ത വിധത്തിലാക്കിയിരിക്കുന്നു. പക്ഷെ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. ഒരു 88ഓളം ആളുകൾ അതിന് റെസ്പോണ്ട് ചെയ്ത കൂട്ടത്തിൽ ഈ പുള്ളിയുടെ പേര് ഷിജു എന്നാണ്. പുള്ളി വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ശ്രീചിത്രയിലെ സ്റ്റാഫാണ്. വളരെയധികം ഹോമിയോ ഫെയ്ത്ത് ഉള്ള ഒരു ശ്രീചിത്രയിലാണ് വർക്ക് ചെയ്യണമെങ്കിലും ഹോമിയോയിൽ ഭയങ്കര ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആ പുള്ളി ഈ സാമുവലിന്റെ സുവിശേഷത്തില് കാര്യമായി ഒരു അഭിപ്രായം എഴുതിയിരുന്നു. അതും പിന്നെ ഇങ്ങനെ മോഡേൺ മെഡിസിൻ ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒഴിവായി എന്നുള്ള ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ച് നമുക്ക് പുള്ളി അതിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അങ്ങനെയും ഒരു അഭിപ്രായം ഈ മർസോളിനുണ്ട്. അപ്പൊ ജനറ്റിക്കൽ അബ്നോർമാലിറ്റിക്ക് ഉള്ള ജന്മന ഉള്ള ആ ഒരു വൈകല്യത്തിൽ ഞാൻ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകളിൽ ഒന്നാണ് മർസോൾ 50M. അതിന്റെ താഴോട്ടുള്ള പൊട്ടൻസി ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ചാറ്റ് ബോക്സിൽ ഒരു ചോദ്യമുണ്ട്. ഇത് എങ്ങനെയാണ് സാർ റിപ്പീറ്റ് ചെയ്യുന്നത് 6 ഡോസ് കൊടുക്കുമ്പോൾ? കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മരുന്നിന്റെ എല്ലാത്തിന്റെയും നമ്മളെ ബോറക്കിന്റെ ബുക്ക് മാത്രമാണ് ഞാൻ ഹോമിയോപ്പതിയുടെ ബൈബിളായിട്ട് കാണുന്നത്. ഞാൻ അല്ലാതെ ഈ പതക്കിൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല, വായിക്കാൻ പോകണമെന്നില്ല. കാര്യം ഇത് വായിച്ചപ്പോഴേ കൊടുക്കണേന് ഇങ്ങനെ റിസൾട്ട് കിട്ടും. പിന്നെ ഇനി പതക്കിനെയും മറ്റേവനെയും മറിച്ചതിന്റെയും ബുക്കുകൾ വായിക്കേണ്ട കാര്യമില്ല. പതക്കിനേക്കാൾ നല്ലൊരു പതക്കാണ് ഞാനെന്നൊരു അഭിപ്രായം എനിക്കുള്ളപ്പം ഞാൻ അതിലോട്ട് പോകില്ല. രാവിലെയും വൈകിട്ടുമായിട്ട് 3 ദിവസം രാവിലെ അല്ല 1 ആണെങ്കിൽ പിന്നെ സിംഗിൾ ഡോസാണ് അഡൾട്ടിന് കൊടുക്കണം. എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് രാവിലെ 6 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഒറ്റ സിംഗിൾ റെമഡി ആണെങ്കിൽ 6 വൈകുന്നേരം 6 കൊടുക്കും, അല്ലെങ്കിൽ 6 10 കൊടുക്കും. എന്ന് വെച്ചാൽ ആഹാരത്തിന്റെ 1 മണിക്കൂർ മുമ്പും 1 മണിക്കൂർ ശേഷമായിട്ട് കൊടുക്കും. അങ്ങനെ കഴിക്കാൻ പറയും. 2 മരുന്നുണ്ടെങ്കിൽ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യും, ആഹാരത്തിന്റെ മുമ്പും പിൻപുമായിട്ട് വരും. ഇപ്പൊ ചില കേസിൽ 3 മരുന്ന് വരും. ഇപ്പൊ വെർട്ടിബിൾ കാലത്തിന് ആക്ഷൻ കൊടുക്കുമ്പം റെസ്റ്റോസ് കൊടുക്കും, മെർസോൾ കൊടുക്കും. മെർസോൾ, റെസ്റ്റോക്സ്, ബ്രയോണിയ, കോസ്റ്റിക്, ഇത് 3 കൊടുക്കുന്ന അവസരം. ഈ 3 കൊടുക്കുന്ന അവസരത്തിലും ഈ ഇതാണ് ചെയ്യുന്നത്. രാവിലെ 6, 7, 10, വൈകുന്നേരം 6, 7, 10, അടുത്ത ദിവസം ഇല്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ഈ രീതിയിൽ കൂടെ പോണ മരുന്നുകൾ കൊടുത്തിട്ടുള്ള അത്രയും വിജയങ്ങളാണ്. ഈ വിജയം ഇല്ലെങ്കിൽ എന്നാൽ ഈ പേഷ്യന്റ് വരൂലല്ലേ. അവർക്ക് ഇത്രയും അതും എല്ലായിടത്തും പോയിട്ട് അവസാനം വരണം എൻ്റെ അടുത്തായിരിക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒരു സമാധാനമുണ്ട്, കിടന്ന് ബഹളം കാണിക്കില്ലെന്നുണ്ട്. അവിടെ ഈ വേദന വരും, ഇത് വരണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ബഹളം ഞാൻ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ 6 ഡോസ് അതുപോലെ 20 ദിവസം കഴിഞ്ഞ് കൊടുക്കും. 6 ഡോസ് പിന്നെ 20 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 6 ഡോസ് കഴിഞ്ഞു. എന്നുവെച്ചാൽ എല്ലാ മരുന്നിനും ഇപ്പൊ തന്നെ നമ്മളെ ചില മരുന്നൊക്കെ നമ്മളെ മെർസോളിനൊക്കെ 20 to 40 ഡേയ്സ് വരെ ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കൽക്കർ കാർബണിനെ നമ്മളെ ബോറിക്കിന്റെ അവസാനത്തെ പേജിൽ മെഡിസിന്റെ ഇത്ര ഡ്യൂറേഷൻ ഓഫ് മെഡിസിൻ അത് നോക്കും. അത് നോക്കിയിട്ട് ആ ഡ്യൂറേഷന്റെ ഏകദേശം പകുതി കൂടുതൽ എടുക്കും. ഇപ്പൊ ഈ 40 ദിവസം ആക്ഷൻ ഉള്ള ഒരു മരുന്നാണെങ്കിൽ ഒരു 20 ദിവസം പറയും, അല്ലെങ്കിൽ ഒരു 15 ദിവസം ആണെങ്കിൽ 7 ദിവസം ആകുമ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പറയും. ഇതിങ്ങനെ ആർണിക്കൊക്കെ 7 ദിവസം ഉള്ളത്, അതുകൊണ്ട് 7 ദിവസം കഴിയുമ്പോഴത്തേക്ക് റിപ്പീറ്റ് ചെയ്തോളൂ. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു കോഴ്ചിക്കത്തിന്റെ ഒരു ഇതും കൂടെ, അത് നല്ല രസകരമായ ഒരു സംഭവമാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു തമിഴ്നാട്ടിലെ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്യണ ഭാര്യയും ഭർത്താവും, രണ്ടും ബിടെക് എഞ്ചിനീയർമാരാണ്. വലിയ 38-40 വയസ്സ് പ്രായമുള്ള രണ്ടുപേരും തമിഴ്നാട്ടിലെ ഇത് കഴിഞ്ഞിട്ട് അവർ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ജോലി ചെയ്ത ആ സമയത്ത് അപ്പം ഈ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന മൈഗ്രൈൻ്റെ പാർട്ടികളാണ്. മൈഗ്രൈൻ്റെ പാർട്ടികൾക്ക് ഞാൻ കൊടുക്കുന്ന കണ്ണുടച്ചുകൊണ്ട് കൊടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് കാലിബൈക്രോമിക്കവും ഹെപ്പാർസൽ. ഇത് രണ്ടും അല്ലാതെ എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. വേറെ എല്ലാ മരുന്നും ഏത് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഇതിൽ നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഇതെന്റെ പേറ്റന്റ് പോലെ കൊടുക്കും. ഇപ്പം പാരസെറ്റമോൾ കൊടുത്ത് പനി കുറയ്ക്കും പോലെ മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഇത് കൊടുത്താൽ കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് എൻ്റെ ധാരണ. അത് തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഈ കേസിൽ ഇവർ വന്ന് അപ്പൊ ആ സ്ത്രീക്കാണ് മൈഗ്രെയിൻ്റെ ഇതുള്ളത്. അപ്പം അന്ന് കൺസൾട്ടിങ് റൂമായിട്ടാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ വരാൻ തരുന്നല്ല, ഇപ്പോഴാണെങ്കിൽ വരാൻ തരാൻ പ്രാക്ടീസ് ചെയ്യും. രോഗിയെ അകത്ത് തരുന്നതിന് വരെ ഞാൻ വെളിയിറങ്ങിയാൽ മതിയല്ലേ എന്നുള്ള ഒരു ഇതിലാണ്. ആ ഒരു ഇതില് ഇവര് വന്നിരുന്നിട്ട് കാര്യമായിട്ട് ഈ കേസൊക്കെ എടുത്ത്, ഞാൻ കേസ് എടുക്കുന്ന പരിപാടി ഇല്ല, അവര് പറഞ്ഞൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് അവസാനം കാലി ബൈക്കും പേപ്പറും എടുക്കാനായിട്ട് ബാക്കിൽ പോയി അലമാരയുടെ ബാക്കിൽ ചെന്ന് തുറന്നെടുത്തോണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ ജെൻ അഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല,
9 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഉള്ളത് കൊണ്ട് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കൺഫേം ചെയ്ത് പറയുന്നു. ഉടനെ ഞാനങ്ങോട്ട് തിരിച്ചോണ്ട് അപ്പൊ തമിഴിനാണ്, തമിഴ് സ്റ്റൈലിലാണ് പറഞ്ഞത്. ഞാനുടനെ തിരിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു മരുന്ന് തന്നാൽ കഴിക്കാം, ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ഒക്കെ ഹോമിയോയിൽ നമുക്ക് മരുന്നുണ്ട്, നിങ്ങളതൊന്ന് കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ ഇനി പൈസ തരണ്ട ഞാൻ പറഞ്ഞ് ഞാൻ കൊടുത്ത കോൾച്ചിക്കത്തുനിന്ന് കോൾച്ചിക്ക ഒണ്ണമിന്റെ 6 ഡോസ്. കാര്യം കോൾച്ചിക്കത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കോൾച്ചിക്കത്തിലുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് വെച്ചാൽ കോൾച്ചിസിൻ എന്ന് പറയുന്ന ഒരു ശക്തിയായ കെമിക്കലാണ്. അത് ചെടികളില് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാൻ കഴിവുണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞാൻ നമ്മളെ കോൾച്ചിക്കത്തിനടുത്ത് ഈ 10 മണി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ ഞാൻ ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഒരു ഇതള് കളർ വ്യത്യാസം, എന്റെ മൊബൈലിൽ തന്നെ ആ പടം ഉണ്ട്, അതിന് കളർ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ വെച്ച് നമുക്ക് പരീക്ഷിക്കാൻ കിട്ടിയ ഒരു അവസരമല്ലേ, ഏതായാലും ജനറ്റിക്കൽ അബ്നോർമാലിറ്റി എന്ന് ഇങ്ങനെ പറയുകയും ചെയ്ത് കോൾച്ചിക്കത്തിന്റെ ഒരു 6 ഡോസ് പൊതിഞ്ഞ് കൈ കൊടുത്തിട്ട് മരുന്നിന് പൈസയും വാങ്ങിച്ചില്ല, കൊടുത്തിട്ട് പറഞ്ഞ് നീ കഴിച്ചു നോക്ക്, കഴിച്ചിട്ട് അതിന്റെ വിവരം പറ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ട്. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു വലിയൊരു ചാക്കിട്ട് പോലെ ഒരു ഇത് ഇങ്ങോട്ട് വന്നു. അപ്പൊ എനിക്ക് ആൾ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ് ആ ചാക്കിട്ടൊക്കെ വെളിയിൽ വെച്ചിട്ട് നീ എനിക്ക് അറിയാൻ മതി. പുള്ളി അപ്പം നേരെ കയറി വന്നിട്ട് സാറിന് തരാൻ കൊണ്ടുവന്നാണ്. ഞാൻ പറഞ്ഞു എനിക്കും തരാൻ എന്തോ, അത് ഞാൻ ഇപ്പൊ എന്റെ ഭാര്യ ഗർഭിണിയാണ്, 2 കുട്ടികള്. ഞാൻ പറഞ്ഞപ്പം കൊള്ളാല്ലേ, മുതലും പരിചയമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വളരെ. അപ്പോഴാണ് എന്റെ അടുത്ത് ഡോക്ടർ എന്നെ മറന്നുപോയി, അതാണ് കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ഓർമ്മിച്ച് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയില്ലല്ലോ. അപ്പൊ അത് കോൾച്ചിക്കത്തിന് ഇങ്ങനെയും ജനറ്റിക്കൽ അബ്നോർമാലിറ്റി ചെടിയൊക്കെ മാത്രമല്ല മനുഷ്യനും കിട്ടും എന്നുള്ള ഒരു പരീക്ഷണമാണ് അതിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇനി രസകരം, മണി 10 ഇനി സ്വപ്ന സമയം കൂടെ ഉണ്ടല്ലോ. അപ്പൊ ഇനി വേറെ ഒരു 9:30 10:30. അപ്പം അടുത്ത ഒരു അനുഭവം പറയണതും അതും വളരെ രസകരമായ അനുഭവമാണ്. പക്ഷെ രസകരമായെങ്കിലും അത് എൻ്റെ ഒരു അപാകത കൊണ്ട്, എൻ്റെ ഈ അപാകത എനിക്ക് ഈ രോഗികളെ ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ല. ഈ കൂടുതൽ സിംറ്റം ചോദിക്കാത്ത കൂട്ടത്തിലാണ്. അപ്പം ഒരു ദിവസം ഇവിടുത്തെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, അന്ന് ആ സ്ത്രീ തിരുവനന്തപുരം മോഡൽ സ്കൂളിന്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പം നമ്മളെ 2018 ഇവിടെ വെള്ളപ്പൊക്കം വന്നല്ലേ, ആ വെള്ളപ്പൊക്കം വന്നപ്പം ആ വെള്ളപ്പൊക്കത്തിന്റെ ഭവിഷ്യത്തുള്ള ഇന്ത്യ മുഴുക്കെ അറിയിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവനന്തപുരത്ത് നിന്ന് ഈ മോഡൽ സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ മകൻ, ഒരു മുസ്ലിം പയ്യനാണ്, മുസ്ലിം, ആ കുട്ടി ഇവിടെ നിന്ന് ഒരു പുതിയ ബുള്ളറ്റ് വാങ്ങിച്ച് നേരെ കൊണ്ടുവന്ന് നമ്മളെ ഒരു മന്ത്രിയുടെ പേര് പറയണില്ല, മന്ത്രി നമ്മളെ കൺട്രോൾ റൂമിന്റെ സെക്രട്ടേറിയറ്റിന്റെ വലതുവശത്തെ കൺട്രോൾ റൂമിന്റെ അവിടെ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്ത് അവനെ വിട്ട് അവൻ നേരെ ഇവിടുന്ന് കന്യാകുമാരി പോയി, കന്യാകുമാരി നിന്ന് നേരെ കാശ്മീർ അതുവരെ ഉള്ള സ്ഥലത്ത് ഇടയ്ക്ക് കേരളത്തിലെ വെള്ളപ്പൊക്കത്തിനെ പറ്റി പ്രസംഗിച്ച് പോകണം എന്നുള്ളത് അവര് ഒരു ഗ്രാജുവേഷന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഇവിടെ വന്ന് കന്യാകുമാരിയിൽ നിന്ന് നേരെ സ്റ്റാർട്ട് ചെയ്ത് മധ്യപ്രദേശ് വരെ എത്തി. മധ്യപ്രദേശ് എത്തിയപ്പോഴേ ഇവനൊരു ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞാൽ, ഇവൻ ഒരു ബാങ്കിൽ നിന്ന് കാശെടുത്തിട്ട് ATM കൗണ്ടറിൽ നിന്ന് ഇവനെ കാശെടുത്തിട്ട് പോയപ്പോ ഇവന്റെ ബുള്ളറ്റിന്റെ പിറകെ, ആ ബൈക്കിന്റെ പിറകെ ഒരു ലോറി കുറെ ദൂരം ഇവനെ യാത്ര ചെയ്തിട്ട് ഇവനെ ഇടിച്ച് തള്ളിയിട്ടിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ഇവന്റെ പൈസയും എല്ലാം എടുത്തിട്ട് ATM കാർഡും എല്ലാം കംപ്ലീറ്റ് അവരെ കൊണ്ടുപോയിട്ട് പിന്നെ ഇവനെ ആരോ എടുത്ത് അവിടെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അപ്പം ഇതുണ്ടല്ലോ ഇതിന്റെ ബ്രെയിനിൽ ഇഞ്ചുറി ആയതുകൊണ്ട് അവിടെ ഒരു ആശുപത്രിയിൽ ചികിത്സിച്ച് അത് പോരാന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ കേരള ഗവൺമെന്റ്, കാര്യം ഗവൺമെന്റ് ഫ്ലാഗ് ഓഫ് ചെയ്ത് വിട്ട കേസാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് മിനിസ്റ്റർ എനിക്ക് തോന്നുന്നു കടകംപള്ളി സുരേന്ദ്രൻ, ഞാൻ പറയണ്ടേ എങ്കിലും പറഞ്ഞു പോയതാണ്, ഫ്ലാഗ് ഓഫ് ചെയ്ത കേസായത്. ഇവര് നേരെ 39 ലക്ഷം രൂപ ചെലവാക്കി എയർ ആംബുലൻസിൽ കൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിനകത്ത് സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ സ്പെഷ്യൽ പേഷ്യന്റ് ആ കെയർ കൊടുക്കുന്ന ഒരു പ്രത്യേക സെല്ലുണ്ട്, ആ സെല്ലിലെ പേഷ്യന്റ് ആക്കി അവിടെ ഇട്ട് അന്ന് മുതൽ ചികിത്സ തുടങ്ങി. അവിടുത്തെ ചികിത്സയൊക്കെ മാറ്റി ഇവിടെ ബ്രെയിൻ സർജറി ചെയ്തേ പറ്റൂ. സർജറി അതിനു വേണ്ടി എല്ലാം റെഡിയാക്കി ഇങ്ങനെ ഒരു 10, 17, 18 ദിവസം അതിനകത്ത് കിടക്കുമ്പോഴാണ് ഈ മാഡത്തിന്
ഈ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അവർക്കൊരു തോന്നി ഏതായാലും നമ്മളെ പഴയ ഹോമിയോ ഡോക്ടറെ അടുത്തൊന്ന് ചോദിച്ചില്ല എന്നൊന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും തോന്നില്ല, നമ്മളെ തൂജെന്ന് ഒരു 6 ഡോസ് പൊതിഞ്ഞ് കൈ കൊടുത്തു. മാഡം ഇത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇവൻ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള അബോധാവസ്ഥയിൽ നിന്ന് ഉണർത്തിയ ഒരുപാട് കേസ് തൂജ എന്നാണ് ചെയ്തിട്ടുള്ളത്. തൂജ അല്ലാതെ ഞാനൊരു മരുന്നിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. ആർണിക്ക കൊടുത്തിട്ടില്ല. ഇതല്ല, ആർണിക്കൊക്കെ പിന്നെ കൊടുത്തു. ഈ തൂജ കൊടുത്ത് ഇവനെ പിറ്റേ ഇത് ഉണർന്നിയതിന് ശേഷം പിന്നെ ഇവരൊന്ന് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നവര് എഴിച്ച്, പക്ഷെ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഏതായാലും ഇത്രയും ദിവസം കിടന്നതല്ലേ. എന്നിട്ട് യഥാർത്ഥം പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവൻ ഈ ആക്സിഡന്റ് പറ്റിയതും ഇവന്റെ പുറകെ ഒരു ലോറി വന്നതും ഈ ലോറി വന്നതിന് ശേഷം ഇവനെ തള്ളിയിട്ടതും ഇവനെ പേഴ്സും ഇതെല്ലാം കൊണ്ട് പോണതും എല്ലാം അവന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവന്റിന് ശേഷമാണ്. പിന്നെ ഞാൻ അതിന് ആർണിക്ക കൊടുത്തു. ആർണിക്ക സിംഫൈറ്റ ഇത് രണ്ടും കൂടെ കൊടുത്തു. ഈ 2 മരുന്നും കൂടെ കൊടുത്ത് ഇവന് ഒരു 3-4 ദിവസം കൊണ്ട് മെഡിക്കൽ കോളേജിൽ ഇത്രയും ദിവസം കിടന്ന കേസ് എഴിച്ച് നേരെ പോയത് ഭീമാപള്ളിയിൽ പോയിട്ട് നേരെ തിരിച്ചു വരണത് എന്നെ കാണാനാണ്. എനിക്കത് ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നി. പക്ഷേ ആ സന്തോഷം അടുത്ത ഒരു 2-3 ദിവസം കഴിഞ്ഞ് മാറി. കാര്യം ഞാനിത് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് ഈ വിവരം അവിടെ പറഞ്ഞില്ല? ഇത്രയും ഇതായിട്ട് കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ടവർ ഇത്രയും ഈ ആയ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇത്രയും ഹോമിയോയിൽ ഇത് കിട്ടിയതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു എന്നുള്ള പറഞ്ഞതിന് ശേഷം അപ്പൊ ഈ മരുന്നിന്റെയൊക്കെ വഴി അവൻ നല്ല സ്മാർട്ടായി. പിന്നെ കോളേജിൽ പോയി പഠിക്കാനും ഒക്കെ തുടങ്ങി. ഇതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം ഇവര് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു ദിവസം വൈകുന്നേരം വന്ന് എൻ്റെ മനസ്സിൽ ഇവര് അത് മെഡിക്കൽ കോളേജിൽ അവരെ അടുത്ത് പറയാത്തതിന്റെ ഒരു ദേഷ്യം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മരുന്ന് തരുന്ന പരിപാടിയില്ല, നിങ്ങൾക്കൊന്ന് ഹോമിയോയിൽ വിശ്വാസം, അത് വിശ്വാസമൊക്കെ. ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് പിന്നെ ഇത്രയും നിങ്ങൾ അവിടെ ഇട്ട് ഇത്രയും ചെയ്തിട്ട് ഈ കുട്ടി അഴിച്ചില്ല? ഹോമിയോ ഒരു മരുന്ന് കൊടുത്ത് അവൻ പിറ്റേ ദിവസം ഉണർന്ന് പിന്നെ അവന് മരുന്ന് കൊടുത്ത് അവന് ഓർമ്മശക്തി ഇതെല്ലാം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇവരവിടെ പറയാൻ വയ്യാത്തത്. അതുകൊണ്ട് ഇനി മേലാൽ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതിന് ശേഷം മാഡം പിന്നെ അവർ ഞാൻ പറഞ്ഞത് വളരെയധികം അനുസരിച്ച് കാര്യം പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അതും എൻ്റെ ഒരു ചികിത്സയുടെ ഒരു രസമാണ് അത്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖത്തിനും നമുക്ക് ഹോമിയോ ഒരു മരുന്നുണ്ട്, ഇങ്ങനെ ബ്രെയിൻ ഇഞ്ചുറി വരണതും എല്ലാം. ഈ അടുത്ത സമയത്തും ഒരു സാറേ ചാറ്റ് ബോക്സിൽ ചോദ്യമുണ്ട്. സിംഫൈറ്റവും വണ്ണമാണോ കൊടുത്തത്? എല്ലാം വണ്ണമിൽ കുറഞ്ഞൊരു മരുന്ന് എൻ്റെ ഇല്ല. ആകപ്പാടെ 10-30 മരുന്ന്. നാളെ ഒരു കാര്യമുണ്ട്, എൻ്റെ ആകപ്പാടെ ഒരു 10-30 മരുന്നേ ഉള്ളൂ. ഞാൻ ഈ മെറ്റീരിയൽ മേടിക്കാൻ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നും ഞാൻ വായിച്ചിട്ടുമില്ല. കാര്യം വായിക്കേണ്ട കാര്യമില്ല. നമ്മളെ ടെക്നിക്കൽ നോഹൗ എങ്ങനെയാണെന്നുള്ളത് മാത്രം ആലോചിക്കുക. മരുന്ന് കൊടുക്കണ എവിടെ ആക്ട് ചെയ്യണം. ഇപ്പൊ ബ്രെയിൻ ഇഞ്ചുറി ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യണം മരുന്നുണ്ട്. ഒരു ട്യൂമർ വളരണം അതുകൊണ്ട്. അല്ലാതെ നമ്മൾ വീട്ടില് പിന്നെ അച്ഛനും അമ്മയ്ക്കും വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ ഒരു ജനറൽ ആയിട്ടൊരു ടോക്കിൽ നമ്മൾ മനസ്സിലാക്കും. അത്ര അല്ലാതെ അതൊരു വലിയ കാര്യമൊക്കെ ഒന്നും എടുക്കില്ല. അതാണ് ഈ മൈഗ്രെയിനും കാലിബൈക്കും മൈഗ്രെയിൻ ആർക്ക് വേണോ ഇതിൽ പരീക്ഷിച്ചു നോക്കാം. കാര്യം ഞാനൊരു ഹോമിയോയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഹോമിയോ ഫിസിഷ്യൻ എന്ന് പറഞ്ഞ 2 വണ്ണം തന്നെ. അതിലൊരു കാര്യമുണ്ട് മാഡം. ഈ മൈഗ്രെയിന്റെ ഒരു ഇതിൽ നമ്മളെ നോക്കാനുള്ളതെന്ന് പറയുന്നത് ഞാൻ ഈ രോഗിയെ ഒബ്സർവേഷനാണ്, അല്ല ഞാൻ രോഗിയുടെ അടുത്ത് ചോദിക്കാറില്ല. നേരെ നോക്കും സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെന്ന് നോക്കും. സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ആദ്യം കോസ്റ്റിക്കം കൊടുക്കും. കാര്യം കോസ്റ്റിക്കത്തിന് മിഡ് ലൈനില് ഏറ്റവും പ്രധാനമായിട്ട് ഹനുമാൻ പറഞ്ഞിട്ടുള്ളതാണ്, മിഡ് ലൈനിൽ ആക്ട് ചെയ്യണ ഏറ്റവും നല്ല മരുന്ന് കാലിബൈക്ക്, ഇത് കോസ്റ്റിക്കമാണ്. അപ്പൊ ആദ്യം സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം നോക്കണത് പറഞ്ഞാൽ കോസ്റ്റിക്കം കൊടുക്കും. രണ്ടാമത് കോസ്റ്റിക്കവും കാലിബൈക്കും എല്ലാം ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ഗ്രൂപ്പിലുള്ള മരുന്നുകളാണ് ഇതെല്ലാം, ഹെപ്പാർ ഉൾപ്പെടെ. അപ്പൊ ഇതില് കാലിബൈക്ക് കൊടുക്കുന്നത് രണ്ടാമത്തേതാക്കും. മൂന്നാമത് ഹെപ്പാർ, ഇൻഫ്ലമേഷൻ മാറാനായിട്ട് ഹെപ്പാറിനാണ് ഒരു പെയിൻ കില്ലർ എന്ന് വെച്ചാൽ നല്ലൊരു പെയിൻ കില്ലറും കൂടി. എന്നുവെച്ചാൽ കാറ്റടിച്ചാലുള്ള വേദന വരെ മാറണത്. ഞാൻ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഹെർപ്പസിന് കൊടുക്കുന്ന വേറെ മരുന്നൊന്നുമില്ല, എൻ്റെ 2 മരുന്നാണ് ഞാൻ ഹെർപ്പസിന് കൊടുക്കുന്നത്. ആർക്ക് എവിടെ ഹെർപ്പസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടില് പിന്നെ ഇതുണ്ടല്ലോ നമ്മളെ കോവിഡിന്റെ പീക്ക് ടൈമിന് ഒരു അവന്റെ പേര് പറയാനില്ല, പുള്ളിക്ക് ഇതേപോലെ യാത്ര ചെയ്ത് വീട്ടിൽ വന്നപ്പോൾ മണവുമില്ല ഒന്നുമില്ല. പുള്ളി ഇതായിട്ട് വന്നപ്പം ആ പുള്ളിയുടെ ഒരു റിലേറ്റീവിനെ അയച്ച് മരുന്ന് വാങ്ങിച്ചു. പിറ്റേ ദിവസം പുള്ളി മുകളിലത്തെ നിലയിൽ താമസമായി. പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്ക് ഇതേപോലെ മണവുമില്ല ഒന്നുമില്ല. പക്ഷെ അമ്മയ്ക്ക് പനിയില്ല, പകരം വന്നതാണ് ഹെർപ്പസിന്റെ നമുക്ക് വരണ ചിക്കൻ ബോക്സിന്റെ ഹെർപ്പസ് വരണ സെയിം. എൻ്റെ അതിന്റെ പടം ഉണ്ട്. ആ ഹെർപ്പസ് അതേപോലെ കഴുത്ത് മുതൽ ഇതുണ്ട്. പക്ഷെ
ചിക്കൻ പോക്സിന്റെ അത്ര പെയിൻഫുൾ അല്ല, സഹിക്കാവുന്ന വേദനയേ ഉള്ളൂ. അതും ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മാറി. അതിനും കൊടുത്ത ഇതേ മരുന്ന് തന്നെ റെസ്റ്റോക്സും, പിന്നെ റെസ്റ്റോക്സ് കൊടുക്കും, മെർസോൾ കൊടുക്കും, പിന്നെ പെയിനിന് വേണ്ടി ഹെപ്പാർസെൽഫും തന്നെ കൊടുക്കും. ഈ 3 മരുന്നും തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത്. കോസ്റ്റിക്കും 6 ഡോസ് കൊടുക്കും അല്ലേ? നേസൽ 6 സെപ്റ്റം ഡോസ്, എല്ലാ 6 ഡോസ്, മിനിമം 6 ഡോസ് കൊടുത്തേക്ക്. രാവിലെ രാത്രി. ഇപ്പൊ 3 മരുന്ന് കൊടുക്കുമ്പോൾ 3 ടൈം ഡിവൈഡ് ചെയ്യും. 6, 7, 10 രാവിലെ എന്ന് വെച്ചാൽ 6, 7 ബിഫോർ ഫുഡ്, 10ന്റെ ആഫ്റ്റർ. വൈകുന്നേരം അതുപോലെ 6, 7, 10 ആയി. ഇതിൽ ഞാൻ ഒരു ഹോമിയോയിൽ ഒരു 1024 പേരുള്ള ഒരു ഹോമിയോയുടെ ഗ്രൂപ്പുണ്ട്. ഹോമിയോ ഫിസിഷ്യൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ ഈ തലവേദനയുടെ കാലിബേക്ക്, റിമാറ്റിക് കംപ്ലൈന്റ്, ഇതെല്ലാം അവർ പറഞ്ഞ പ്രോട്ടോകോൾ എന്നാണ്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് ഇപ്പൊ തൈറോയിഡിന്റെ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന തൂജ ആദ്യം കൊടുക്കും, രണ്ടാമത് നാട്രമൂർ കൊടുക്കും. അപ്പൊ തൂജവും നാട്രമൂറും കൊടുക്കുന്ന ആർക്ക് വേണം പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഈ ഐഡവും മറ്റേ ഇതെല്ലാം പറയണ ഐഡം, മറ്റേ ബ്രോമും ഇതെല്ലാം പറയണ കാലി ഇതുണ്ടല്ലേ, ഇത് ഹാലജൻ ഗ്രൂപ്പ് ഒക്കെ നമ്മൾ പറയണുണ്ട് ഇതല്ല. പക്ഷെ ഹാലജൻ ഗ്രൂപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ നോക്കിയിട്ട് നാട്രമൂറാണ് ഏറ്റവും കൂടുതൽ അതിന് ആക്ഷൻ. അതിൽ നാട്രമൂർ കൊടുക്കുന്നതിന് മുമ്പ് തൂജ കൊടുത്തതിന് ശേഷം നാട്രമൂർ കൊടുത്തു കഴിഞ്ഞാൽ കുറയാത്ത ഒരു TSH ഇല്ല. TSH 150. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 157 TSH വിത്തിൻ ഡേയ്സ് അത് നോർമലാകും. അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, നമ്മളെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലോട്ട്, RCCയിലോട്ട് അയക്കണം. എന്ന് വെച്ചാൽ ഇവിടെ റീഡ് ചെയ്യണതിൽ വെച്ചാൽ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് മോർ ദാൻ 150 എന്നുള്ള ഒരു ഇതിൽ ഒരു വിറച്ച തൈറോടോക്സിക്കോസിന്റെ എല്ലാ സിംറ്റത്തോടു കൂടി വന്നത്, വയറ്റിന്റെ എല്ലാം കുഴപ്പമായിട്ട് വന്ന ഒരു ലേഡി. ഇന്നും അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കൊടുത്തിട്ടുള്ളത് ഇതേ കോമ്പിനേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിട്ടുള്ളത് വെച്ച് കൂടെ അവർ ബ്ലഡ് നോക്കുമ്പോഴെല്ലാം നോർമലായിരിക്കും. പിന്നെ അവർ ഇന്നുവരെ തൈറോയിഡിന്റെ ഒരു മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ കോസ്റ്റിക്കത്തിന്റെ ഒക്കെ എനിക്ക് കൂടുതലായിട്ട് കോസ്റ്റിക്കത്തിലേക്ക് ഈ റൊമാറ്റിക് കംപ്ലൈന്റ് ഈ റെസ്റ്റ് ഹൗസ് കൊടുത്തു കഴിഞ്ഞാൽ 2 സെക്കൻഡായിട്ട് കൊടുക്കുന്നത് കോസ്റ്റിക്കായിരിക്കും. മൂന്നാമത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയാനായിട്ട് പോയ ഒരു കേസ് ഞാൻ ഇപ്രാവശ്യം അടുത്ത ടോക്കിൽ ഉദ്ദേശിക്കുന്ന ഇത് നമ്മളുടെ CMന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ്, കാര്യം ഞാൻ പറയണില്ല. പുള്ളി ഇതേപോലെ എട്ടിപ്പിക്കൽ പാർക്കിൻസൺ സിൻഡ്രോം, അത് കൊറോണയുടെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ കൊറോണയുടെ ഇതിൽ ഈ ഓരോ സ്ഥലവും ലോക്ക്ഡൌൺ ആക്കി ഓരോ സ്ഥലത്തും വണ്ടി ഓടിക്കുന്നതും അതുവഴി വണ്ടി ഓടിച്ചുകൂടാതെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ്, കൃഷിമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു, എൻ്റെ പേഷ്യൻ്റ് ആയിരുന്നവരെല്ലാം എൻ്റെ പഴയ പേഷ്യൻ്റാണ്, വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരാളിന് ഒരു കംപ്ലൈന്റ് ഉണ്ട്, അതിനെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം അകത്ത് പേഷ്യന്റിനെ നോക്കണമല്ല എങ്കിലും ഇത് കൊണ്ടുവന്ന് നമ്മളെ വരാന്തയിൽ, ഇപ്പം ഞാനിരിക്കുന്ന സ്ഥലത്ത് വരാന്തയിൽ തന്നെ ഇരുത്തിയതും നോക്കിയതുമെല്ലാം എന്ന് വെച്ചിട്ട് ഈ കയ്യിലിരുന്ന ഇതെല്ലാം വായിച്ചു നോക്കുമ്പോൾ എട്ടിപ്പിക്കൽ പാർക്കിൻസൺ സിൻഡ്രോമാണ്. അത് ഏതായാലും മാറാൻ സ്ഥലമില്ല. തിരുവനന്തപുരം പിന്നെ മെഡിക്കൽ കോളേജും അവിടെ നിന്ന് പിന്നെ ശ്രീചിത്രയിലും അവിടെ നിന്ന് നിംഹാൻസിലും എല്ലാം പോയിട്ടാണ് അവസാനം എൻ്റെ അടുത്ത്. അപ്പം ഈ വിറയലൊന്നുമില്ല. അതിന് ബാക്കിയുള്ളതുപോലെ ഈ പാർക്കിൻസൺ സിൻഡ്രോം പോലെ ശരീരത്തിന് വിറയലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആ ഭാഗം അനങ്ങൂലെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ കൈ വിറയ്ക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിക്കാനുള്ളതിന്റെ ഒരു സ്വാധീനക്കുറവ് വരുന്നേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ഇത് ആ കൈ അങ്ങ് എടുത്ത് ഇപ്പൊ ഞാൻ തന്നെ അത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ മരുന്നെടുത്ത് അപ്പൊ അതിന്റെ ഒരു രസമുണ്ട്. അപ്പൊ പുള്ളി നല്ല ബിൽഡാണ്. ഇപ്പം കയറി വന്ന് ഫ്രണ്ടിലെ വാതിൽ ഇപ്പം എൻ്റെ മിസ്സസ് ആണ് മരുന്നെടുത്തത്. ഞാൻ പറഞ്ഞു CMന്റെ ആളാണ്, ഏതായാലും മരുന്ന് ഒരു തുള്ളിയൊന്നും പോരാ, ഒരു ഡോസിൽ 3 തുള്ളി വീതം ഒഴിക്കാം. റെസ്റ്റോക്സ്, കോസ്റ്റിക്കം, ബ്രയോണിയ, ഈ 3 മരുന്നും ഒരു ഡോസിൽ 3 തുള്ളി വീതം ഒഴിച്ചിട്ട് വന്നിട്ട് ഒരു റെസ്റ്റോക്സിന്റെ ആദ്യം കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന് പുള്ളിയുടെ കയ്യിൽ ഇതെല്ലാം വായിച്ചതിന് ശേഷം പുള്ളി ഇരിക്കുന്നത് ഞാൻ കൊണ്ട് കയ്യിൽ കൊടുക്കാനായിട്ട് ഓർമ്മിക്കാതെ, കൈ വരില്ലെന്നുള്ള എനിക്ക് അറിഞ്ഞോട്ടോ, കൊണ്ട് കയ്യിൽ കൊടുത്തപ്പം കൈ വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു വാതറക്കാൻ പറഞ്ഞ് വാക്കകത്ത് തട്ടി. രണ്ടാമത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കോസ്റ്റിക്കം എടുത്ത് തട്ടി. അപ്പോഴെൻ്റെ ബാക്കിയുള്ള പേഷ്യന്റിനെയൊക്കെ ഞാൻ വേറെ ജനലിൽ കൂടെ വിട്ടോണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുന്ന അപ്പം ഒരു മൂന്നാമത്തെ ഒരു അരമണിക്കൂറിന് കഴിഞ്ഞ് കൊടുക്കാനായിട്ട് പുള്ളിയുടെ ബ്രദറിന്റെ ലേപ്പിച്ചിട്ട് ഞാൻ അത് സ്വല്പം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരെ വണ്ടി വരാനായിട്ട് താമസിച്ചു. എന്നിട്ട് ഇവിടെ കൊണ്ടിറക്കിയിട്ട് വണ്ടി വേറെ പോയിട്ട് വരാൻ താമസിച്ച സമയത്ത് ഞാൻ പിന്നെ ഇമിയാരെ കൊണ്ട് കൊടുപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് 2-2:30 ആയപ്പോഴാണ് രാവിലെ 10 മണിക്ക് കൊണ്ട് വീട്ടിൽ വെച്ച സാധനത്തിന് കൊണ്ടിരുത്തിയെന്ന് പറയാക്കില്ല, കൊണ്ട് വെച്ച സാധനം എന്നേ ഞാൻ പറയണം.
വെച്ച സാധനത്തിന് എടുത്തോണ്ട് പോകാനായിട്ട് ഒരു 2-2.5 മണിക്ക് ആള് വന്നു. അന്ന് കണ്ടെയ്ൻമെന്റ് സോണായിട്ട് കണിയാപുരം എന്ന് പറഞ്ഞ ആ ഭാഗത്ത് കൂടെയൊക്കെ എങ്ങനെ തിരിച്ചു വന്ന് ഈ പുള്ളി ഇപ്പം ഇവിടെ വേറെ പേഷ്യൻ്റ് ഒക്കെ വന്നു. ഞാൻ പറഞ്ഞു ഒരു കാര്യമുണ്ട്, പിന്നെ ഇത്രയും 3 മരുന്ന് കഴിച്ചില്ലേ, ഇനി ഏതായാലും ഒന്ന് തനിയെ കഴിച്ചു നോക്ക്, സ്വന്തം കാലിലൊന്ന് കഴിച്ചു നോക്കുന്നു. പുള്ളിക്ക് അല്ലേ ഞാൻ പറഞ്ഞു, വീഴണമെങ്കിൽ ഞങ്ങളെല്ലാം 4-5 പേര് ഇവിടെ നിൽക്കല്ലേ, ആരെങ്കിലും നിങ്ങൾ വീഴാതെ ഞങ്ങൾ പിടിച്ചോളാന്ന് പറഞ്ഞ് എഴുപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ തന്നെ അത് ഈ എടുത്തോണ്ട് വന്ന സാധനം ഉള്ളിൽ നടന്നു പോയി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇതിന്. ഞാൻ സിംഗിൾ ഒരു ഒറ്റ ദിവസത്തെ മരുന്ന് കൊടുത്തു. ഞാൻ രാവിലെ 3 ഡോസ്, വൈകുന്നേരം 3 ഡോസ് കൊടുത്തിട്ട് ഇത് പ്രയോജനമുണ്ട്. കാര്യം ഇത് മരുന്ന് കൊണ്ട് മാറുന്ന അസുഖമല്ല, ഇത് പ്രയോജനം ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, ഇതിന് പൈസ ഒന്നും ഞാൻ വാങ്ങിക്കുകയില്ല, ഇത് നീ കൊണ്ടുപോകാനും പറഞ്ഞതിന് ശേഷം പോയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് പിറ്റേ ദിവസം ആശ്വാസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വരാം. അപ്പൊ പിറ്റേ ദിവസം വരാൻ പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഈ പറഞ്ഞില്ല, പിറ്റേ ദിവസം ഞായറാഴ്ച ഞാൻ പേഷ്യനെ നോക്കാത്ത. അപ്പൊ ഇവിടെ നിന്ന് ഇത്തിരി ഗാർഡനിങ് പണിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ഏകദേശം ഒരു നല്ല സാധാരണ ഉള്ളവർ ഇതിനേക്കാൾ പൊക്കമുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഡോക്ടർ ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, അങ്ങനെ ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ എന്ന് വളരെ ലാഘവത്തോടു കൂടി തന്നെ പറഞ്ഞു. അപ്പൊ തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലല്ലേ ഡോക്ടർ പറഞ്ഞു, ഇന്ന് വരാൻ പറഞ്ഞല്ലേ. ഉടനെ ഞാൻ അബദ്ധത്തിൽ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞു ഡോക്ടർ തന്നെയാണ് ഈ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ആരാണ് പ്രസന്റിന്റെ. അപ്പം പേരിങ് വെളിയിലായിപ്പോയി. അപ്പം പുള്ളി വൈഫാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇപ്പൊ എങ്ങനെയുണ്ട്, അപ്പൊ നല്ല ആശ്വാസമുണ്ട്, നടക്കുന്നുണ്ട്, ഡോക്ടർ പറയും പോലെയൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യും. അതേ ആള് എൻ്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് പറഞ്ഞ് ഡോക്ടറെ ഇനി മരുന്ന് കൊടുക്കരുത്. ഞാൻ ഇപ്പൊ മരുന്ന് കൊടുക്കണത് കാര്യം പുള്ളിക്ക് അനുസരണ ഇല്ല, കൊടുക്കണ്ട, ബാംഗ്ലൂർ ഏതാ ഒരു വൈദ്യന്റെ അടുത്ത് പോകാൻ പോണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും ആയിട്ട് വൈദ്യൻ ഇപ്പൊ നല്ല ഭംഗിയായിട്ട് നടക്കാനൊക്കെ സാധിക്കണേ, ഒപ്പിടാനായിട്ട് ദിവസം പറഞ്ഞിട്ടുണ്ട്, ഒപ്പിടണം, പിന്നെ ഫേഷ്യൽ എക്സസൈസ് ഇതൊക്കെ പറയണത് എല്ലാം ചെയ്തിട്ട് ഈ മനുഷ്യൻ ഒന്നും ചെയ്യില്ല. ബാംഗ്ലൂർ ആ വൈദ്യന് പിന്നെ മരുന്ന് കൊടുത്തതല്ല ഇങ്ങോട്ട് വരേണ്ടത്. ഈ ഇങ്ങയുടെ ഭാര്യ എന്ന് പറഞ്ഞ ചില്ലറയുള്ള ആളല്ല. ഈ പൊക്കവതെല്ലാം കൂടെ വെച്ച് പിറ്റേ ദിവസം എൻ്റെ ഒരു പേഷ്യന്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മാഡം ഭർത്താവിന് മരുന്ന് വാങ്ങിക്കാൻ ഇവിടെ വന്നിരുന്നെന്ന് പറഞ്ഞു. മാഡം ഞാൻ ആരപ്പോ ഇതാണ് അവര് ഇതുണ്ടല്ലേ നമ്മളെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റില് അഡീഷണൽ സെക്രട്ടറി അങ്ങനെയുള്ള ഒരു DSP എന്തോ ഒരു റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസറാണ് ഇല്ലേ. അപ്പൊ അവര് ഈയിടെ എൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തിട്ട് പ്രയോജനമില്ല, കാര്യം എന്ന് പറയുന്നത് പുള്ളി അനുസരണ ഇല്ല, എല്ലാ പരിപാടികളും ഉണ്ട്, അതുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് മരുന്നിനൊന്നും ഞാൻ പറഞ്ഞില്ല, മരുന്നല്ലേ പുള്ളി അവിടുത്തെ ചികിത്സ കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ ഞാൻ മരുന്നിനാന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെയാണ് എട്ടപ്പിക്കൽ പാർക്കിൻസൺ സിൻഡ്രോമിന് എൻ്റെ ചികിത്സ. ഇനി പിന്നെ കാലിക്കാർബ് ഞാൻ മരുന്ന് കൊടുത്തിട്ടുള്ള ഒരു നല്ല ഒരു മരുന്നാണ് കാലിക്കാർബ് ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. ല്യൂക്കോഡെർമയ്ക്ക് ഏറ്റവും നല്ലൊരു മരുന്ന് കാലിക്കാർബാണ്. അത് കയ്യിലും വിരലിന്റെ തുമ്പിലൊക്കെ മാറാൻ പ്രയാസമുള്ള ഒരുപാട് കേസുകൾക്ക് കാലിക്കാർബ് നല്ലവണ്ണം ആക്ട് ചെയ്തിട്ടുണ്ട്. കാലിക്കാർബിന് പിന്നെയും ഒരു ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്രെയിനിൽ നല്ലവണ്ണം ആക്ഷനുള്ള മരുന്നാണ്. നമ്മള് ഇതേപോലെ ബെൽസ് പാൾസി പോലെയുള്ള അസുഖങ്ങൾക്ക് കാലിക്കാർബ് എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം കിട്ടിയിട്ടുണ്ട്. ഉപയോഗം കിട്ടിയെന്ന് മാത്രമല്ല, ഒരു ലേഡി ബെൽസ് പാൾസി പോലെ ഇങ്ങനെ ആഹാരം ഇങ്ങനെ അകത്ത് വെച്ചിരുന്ന ഈ അടുത്ത സമയം ഞാൻ കാലിക്കാർബ് കൊടുത്ത ഒരു പല്ലിളക്കിയ ഒരു കുട്ടി, 16 വയസ്സുള്ള ഒരു കുട്ടി പല്ല് ഇളക്കിയിട്ട് അതിന് പിന്നെ ആഹാരം കഴിക്കാനൊക്കെ വെള്ളം കുടിക്കുമ്പോഴേക്ക് ഒരു ചുണ്ടിന്റെ ഒരു സൈഡിൽ കൂടെ വെളിയിൽ പോകണം. അപ്പൊ ഞാനിപ്പോ അവരെ അസുഖത്തിന്റെ ഭീകരത മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളൊരു വേല എവിടെ പല്ലിളക്കി അവിടെ തന്നെ കൊണ്ട് കാണിക്കാം. എന്റെ സ്ഥിരം ഒരു പേഷ്യൻ്റാണ്, ഒരു ഹോമിയോ നല്ല ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴേ പുള്ളി അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അവിടെ തന്നെ കാണിക്കാം. എപ്പോഴും നിങ്ങളെ ശ്രീചിത്രയിലോട്ട് റെഫർ ചെയ്യണം, അപ്പം നേരെ ഇങ്ങനെ വരാം. അതുപോലെ ഡെന്റൽ ഡോക്ടർ കുറെ എല്ലാം നോക്കി ഇതെല്ലാം കഴിഞ്ഞത് നമ്മളെ സെഷനിൽ ഞരമ്പിന്റെ കുഴപ്പമാണ്, പല്ലിളക്കിയതിന്റെ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ പല്ലിളക്കിയല്ല, ഈ കൊടുത്ത നവോക്കൈനായി അതോ ഇതിന്റെ ഒരു ഇത് കൊടുത്തതിന്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു അവനിത് സംഭവിച്ചത്. ഞരമ്പിൽ കുത്തിവെച്ചെടുത്ത് പല്ലെടുക്കാൻ വേണ്ടി എടുത്തതിന്റെ ഏതോ ഇതിൽ പറ്റിയതാണ്. ഏതായിരുന്നാലും അവിടെ അവർ പറഞ്ഞ ശ്രീധര പോകാനായിട്ട് ലെറ്റർ ഒക്കെ കൊടുത്തുവിട്ട് നേരെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ കൊടുത്ത മരുന്ന് സിംഫൈറ്റം സൂജ ആർണിക്ക, ഈ 3 മരുന്നുകളാണ് ഞാൻ കൊടുത്തതും. അതോടുകൂടി ആ അസുഖം മാറുകയും ചെയ്ത് ഇപ്പൊ അവൻ കോളേജിലൊക്കെ പോകണം, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഈ സിംഫൈറ്റത്തിന് നമുക്ക് ഉപയോഗിക്കാം. സിംഫൈറ്റത്തിന് കണ്ണിന്റെ നല്ല ഓപ്റ്റിക് നെർവ് മാത്രമല്ല, സിംഫൈറ്റത്തിന് മിക്കവാറും ഉള്ള ഞരമ്പുകൾക്ക് എല്ലാ ആക്ഷൻ കിട്ടുന്ന ഒരു മരുന്നാണ് സിംഫൈറ്റ. അതും വണ്ണമ്മ കൊടുത്തല്ലേ? എല്ലാം ഒണ്ണം എന്ന് മാത്രമല്ല 2 കമ്പനിയുടെ മരുന്ന് ഞാൻ ഉപയോഗിക്കുള്ളൂ. റഗ്വെക്കും
അടലും. ബിൽമർ ശോഭ എന്ന് പറഞ്ഞാൽ വെറും പറ്റിപ്പാണ്. അത് RK ഭണ്ഡാരി എന്ന് പറഞ്ഞ് പഴയ ഒരു ഹോമിയോ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് RK ഭണ്ഡാരി ആയിരുന്നു മരുന്ന്. നമ്മളെ ഗവൺമെന്റ് മരുന്ന് അത്രയും അവരുടെ. ഇപ്പോഴാണ് നമ്മളെ ഫാർമസിയിലെ മരുന്ന്. RK ഭണ്ഡാരിയുടെ മരുന്നാണ് ഇപ്പൊ ഈ റഗ്വോക്കിന്. ഇത് റഗ്വോക്കലിലെ ഈ ബിൽമർ ശോഭ എന്ന് പറഞ്ഞത് അതിന്റെ പാക്കിംഗ് തന്നെ അറിയാം, മറ്റേ രണ്ടും പോലെ അല്ല. അപ്പം ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്ന നമ്മൾ ഒരുപാട് മരുന്നൊന്നും വാങ്ങിച്ചു വെക്കണ ഇതേപോലെ നല്ല മരുന്ന് പ്രയോജനം ഉള്ളത് വാങ്ങിച്ചു വെച്ചാൽ മതി. പിന്നെ അടുത്ത എന്തെങ്കിലും? പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള മരുന്നിന് പിന്നെ നമ്മളെ വാദസംബന്ധമായിട്ടുള്ള അസുഖത്തിനാണെങ്കിൽ റെസ്റ്റോക്സ്, ബ്രയോണിയാണ് സാധാരണ നട്ടലിന്റെ ഇതിനൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഇപ്പം നല്ല കംപ്ലൈന്റ് നമ്മളെ സയാറ്റിക്ക പോലെയുള്ള താഴോട്ട് ഇതായിട്ടുണ്ടെങ്കിൽ കോസ്റ്റിക്കം കൂടെ കൊടുക്കും. റെസ്റ്റോക്സ്, കോസ്റ്റിക്കം, ബ്രയോണി അങ്ങനെ 3 ഒരു കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കും. 3 കൊളൈഡ് ചെയ്യാതെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് അസുഖം മാറുമെന്നുള്ളതാണ് നമ്മളെ അനുഭവങ്ങളിൽ കിട്ടിയിട്ടുള്ളത്. ഇന്നും എനിക്ക് ഒരുമിച്ചാണ് കൊടുക്കുന്നത് സാർ. കൊടുക്കുമ്പോൾ 3 ഒരുമിച്ച് 1.5 ദിവസം കൊടുക്കുമ്പോൾ 3 മരുന്നും ഒരു ദിവസം പറഞ്ഞാൽ 3 ടൈമിന് കഴിഞ്ഞിട്ട് 6ന് റെസ്റ്റോക്സ് കൊടുക്കണമെങ്കിൽ 7ന് കോസ്റ്റിംഗ് കൊടുത്ത് 10ന് ബ്രയോണി. ഇതേ കോമ്പിനേഷനാണ് ഞാൻ ഈ പറഞ്ഞ കോമ്പിനേഷനാണ് ഈ അറ്റിപ്പിക്കൽ പാർക്കിൻസൺ സിൻഡ്രോമിനും കൊടുത്തത്. കാര്യം അതിന് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് റെസ്റ്റോക്സ് പ്രാധാന്യം കൊടുത്തത്. അതുപോലെ എൻ്റെ പ്രാക്ടീസിൽ ഏറ്റവും എനിക്ക് ഒരുപാട് അക്യൂട്ട് ആയിട്ടുള്ള പല അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ള ഇപ്പിക്കാക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുന്നാണ്. ഇപ്പൊ ഈ അടുത്ത സമയം ഒരു പെൺകുട്ടി വെച്ചാൽ ഒരു 31-32 വയസ്സുണ്ട്. ലേക്ക് ഷോർ ആശുപത്രിയിൽ ട്രീറ്റ്മെന്റിൽ കൊടുത്തിട്ട് ബ്രസ്റ്റിൽ ഇതുണ്ടായിരുന്നു. ബ്രസ്റ്റിൽ നിന്ന് നേരെ അത് ലിവറിലോട്ട് നോഡ്യൂളായി ഈ സിഫിസ്റ്റർണത്തിന്റെ അവിടെയും ഒരു ലീഷനായി. ഗാൾ ബ്ലാഡറിന്റെ ഇതിലെ സ്ലഡ്ജായി. ഇങ്ങനെ ഒത്തിരിയും കംപ്ലൈന്റ് ആയിട്ട് വന്ന് അവസാനം അവര് ഒരു വലിയ തുക ഈടാക്കിയിട്ട് ശരിയായില്ല. ഒടുവിൽ ഛർദിൽ ഒരു വിധത്തിൽ നിൽക്കുന്നില്ല. അപ്പം നേരെ അവിടെ കായംകുളത്തുള്ള ഒരു ഡോക്ടറെ പറഞ്ഞു. അപ്പം പറഞ്ഞ് കായംകുളത്തുനിന്ന് നേരെ അത് ആ കായംകുളത്തിലെ ഡോക്ടർ മറ്റേ ഗ്രൂപ്പിലുള്ളത് കൊണ്ട് നേരെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞയക്കേണ്ട, ഈ IPK കൊടുത്താൽ അത് ഇപ്പൊ കുറേ ഛർദിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വേണ്ട ഡോക്ടർ കൊടുത്താമെന്ന് പറഞ്ഞ് അവരെ കായംകുളത്തുനിന്ന് തിരുവനന്തപുരത്തായിട്ട് മരുന്ന് കൊടുത്ത് ഏതായിരുന്നാലും അസുഖം കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു ദിവസം എടുത്തില്ല, ഒരു 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഛർദിൽ. എത്ര ദിവസം ഛർദിച്ചത് ഇപ്പിക്കാൻ. ഞാൻ എന്നിട്ടും സിംഫോറിസ് കാർബസ് എന്ന് പറഞ്ഞാൽ മരുന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു ഛർദിൽ നിൽക്കില്ലെങ്കിൽ ആ മരുന്ന് കൊടുക്കാം. അപ്പം സിംഫോറിസ് കാർബസ് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രഗ്നൻസിയുടെ വോമിറ്റിങ്ങിനാണ് അത് പ്രധാനം. പ്രഗ്നൻസിയുടെ വോമിറ്റിങ്ങിൽ നമ്മൾ ഇപ്പിക്കാക്ക് ഇതൊന്നും ആക്കാതെ വരണ സന്ദർഭത്തിലാണ് സിംഫോറിയസ് കൊടുക്കാറുള്ളത്. അപ്പം ഇത് ഈ കേസിലൊന്നും കൊടുത്തില്ല. ഇപ്പിക്കാക്ക് തന്നെ നല്ല ആശ്വാസം കിട്ടുകയും ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബിരിയാണി നിന്നുകൊണ്ട് വീണ്ടും പഴയ ഛർദിൽ പൂർവാധികം ഭംഗിയായിട്ട് വരെയും പിന്നെ എൻ്റെ മരുന്നിനേക്കാൾ കൂടുതൽ പള്ളിവിളിയും കൂടെ കിട്ടി. ആ കുട്ടി അതോടുകൂടി അങ്ങ് രക്ഷപ്പെട്ട് ഇപ്പം അങ്ങനെ ഇരുന്നിട്ട് ഒരു 4 മാസം അടച്ചിട്ട വീട്ടിൽ വീണ്ടും കയറി എന്നാൽ ആരെങ്കിലും വിട്ട് തുറക്കണ്ട. ഒന്നാമത് ക്യാൻസർ പേഷ്യന്റ്. അതൊന്നും ചെയ്യാതെ ഭയങ്കര അലർജിയും ദേഹം തുറച്ചിലും ഒക്കെ ആയി. ഒടുവിൽ അതുപോലെ മാത്രമല്ല ബിലിറൂബിൻ 4 അപ്പം ബിലിറൂബിൻ 4 ദേഹത്ത് ചൊറിച്ച്. ഞാൻ പറഞ്ഞു അടച്ചിട്ട വീടിന്റെ മാത്രമല്ല എന്ന് പറഞ്ഞ് ഇന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ ചെലിഡോണിയം ടിഞ്ചറും മെർസോളും ബ്രയോണിയാണ് കൊടുത്തത്. ക്യാൻസറിനാണെങ്കിലും ഇതായിട്ട് ചെലിഡോണിയം ടിഞ്ചർ, മെർസോള്, ബ്രയോണി ഈ 3 കൊടുത്തു. ഇനി അത് നാളെ അറിയാം അതിന്റെ വിശേഷം എന്താണെന്ന്. ടിഞ്ചർ 10 തുള്ളി. ടിഞ്ചർ 10 തുള്ളി ചെലിഡോണിയം രാവിലെ ഒരു സിംഗിൾ ഡോസ്. അപ്പൊ ഇത് ക്യാൻസർ കേസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരാഴ്ചത്തേക്ക് രാവിലെയും രാത്രിയും കഴിച്ചിട്ട് പിന്നെ കുറയ്ക്കാൻ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറ്. എന്തുവാണ്? ഹെപ്പറ്റൈറ്റിസ് ബി നെഗറ്റീവ് ആക്കാൻ പറ്റുമോ? ഹെപ്പറ്റൈറ്റിസ് ബി ഈ കോമ്പിനേഷൻ മെർസോളും കൊടുത്ത് എനിക്ക് നെഗറ്റീവ് ആകാൻ പറ്റുമെന്നല്ല, പറ്റിയിട്ടുണ്ട്. അതിന് കൊടുത്തിട്ടുള്ള ചെലിഡോണിയം ടിഞ്ചർ, പിന്നെ മെർസോള്, ബ്രയോണിയ ഈ 3 മരുന്ന് തന്നെ. അതിൽ ബ്രയോണിയ ഞാനൊരു പരീക്ഷണം പോലെയാണ് ഇതിനെ ജോണ്ടിസിന് ഉപയോഗിച്ചത്. കാര്യം എന്ന് പറഞ്ഞത് റൈറ്റ് സൈഡ് ലിവർ റൈറ്റ് സൈഡ് ബ്രയോണിയ ആക്കിയത് റൈറ്റ് സൈഡിലാണ് ഏറ്റവും കൂടുതൽ. ആ ഒരു ഇതിന്റെ ഇതിൽ കൊടുത്തപ്പോഴേക്ക് നല്ല എഫക്റ്റ് കിട്ടുന്നുണ്ട്.
പിന്നെ ബ്രയോണി കൂടെ ഞാൻ എൻ്റെ ഈ കോമ്പിനേഷനിൽ അതും കൂടെ ആക്കി. അത് 6 ഡോസ് അല്ലേ? 6 ഡോസ്. 6 ഡോസ് പിന്നെ 20 ദിവസം കഴിഞ്ഞിട്ട്. ഈ സിംപൈറ്റവും പിന്നെ ഇതൊക്കെ സിംപൈറ്റം, നാട്രം ഫോസ് ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കുന്നത് ഈ കൽക്കാരിയ ഫ്ലവർ, പിന്നെ കാലിഫോസൊക്കെ. എനിക്ക് കാലിഫോസിലൊക്കെ ഒരുപാട് പ്രയോജനം കിട്ടി. കാലിഫോസൊക്കെ നമുക്ക് പറഞ്ഞ വേറെ ആരുമില്ല, എൻ്റെ മിസ്സസ് ആണ് അതിന്റെ സെലക്ഷനിലെ പ്രധാനി. കാര്യം പുള്ളിയെ ബുക്കെടുത്ത് വെച്ച് വായിച്ചിട്ടുള്ള കൂട്ടത്തിലാണ്, നമ്മളൊക്കെ കൊടുത്തുള്ള അറിവാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു തെറ്റ് പറ്റുമ്പോൾ പുള്ളിയാണ് ഹെൽപ്പ് ചെയ്യണം. എല്ലാം വളരെ പതുക്കെ പറയും, ഇന്നതും കൂടെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ഞങ്ങൾ പോണത്. ഇത്രയും പേഷ്യന്റിന് ആശ്വാസം കൊടുക്കുന്നതും അങ്ങനെയുള്ള ഒരു. നമുക്ക് ഇനിയിപ്പം 22ആയി, 8 മിനിറ്റ് ആണുള്ളത്. ആർക്കെങ്കിലും സംശയം ചോദിക്കണമെങ്കിൽ ചോദിക്കട്ടില്ലേ സാറേ? ബാക്കി നമുക്ക് വീണ്ടും തുടരണം. അടുത്ത ക്ലാസ് വീണ്ടും എടുക്കാം. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തടുത്ത് വെച്ചാലേ നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറയും എന്നും ചത്താ ഇതില്ലെന്നാ പറയും. അതുപോലെ ഈ അടുത്തടുത്ത് മറ്റേ വല്ലപ്പോഴും എടുക്കുമ്പോ അതിന്റെ ഒരു ഡോക്ടറെ അടുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഇന്ന് തന്നെ കണ്ടില്ലേ എത്ര പേരാണെന്നുള്ളത്. ഒരു കാര്യമുണ്ട്, നമുക്ക് പിന്നെ ഇതിന്റെ അമ്പാടി മാഡം ചോദിക്കാം. സാർ വന്നിട്ടുണ്ടേ. അമ്പാടി മാഡം ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. ഹലോ ചാക്ക, നമസ്കാരം. പിന്നെ നല്ല സൂര്യോപതി കൊണ്ട് എന്താണ് കസറനുണ്ട്. എന്തായാലും കൊടുക്കണം എല്ലാരും അത്. പൂജ കഴിക്കണവർക്കൊക്കെ ഞാൻ പറയണ ഈ നമ്മളെ മരുന്നിൽ ഈ 10,000-4,000 മരുന്ന്, 5,000-6,000 മരുന്നൊക്കെ ഹനുമാൻ കണ്ടുപിടിച്ചതല്ലോ. ഞാൻ പറയും ഈ പഞ്ചപാണ്ഡവരെല്ലാം ഉണ്ടെങ്കിൽ ഈ കൗരവന്മാരെല്ലാം ഇത് 100 കൊണ്ടുള്ള 5 പാണ്ഡവന്മാരെ പോലെ ഈ ഇതില് പ്രയോജനമുള്ള 5 മരുന്ന് മതി. നമ്മുടെ ഗ്രൂപ്പിലെ ഈ 220 ഒറ്റ പേരുണ്ടല്ലോ, എല്ലാരും ചാക്കയുടെ ഫാനാണ്. ഇതുകൊണ്ടാണ് അവരെല്ലാവരും ഫാൻ അയക്കണത്. മനസ്സിലായോ? ഉള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യണു. താങ്ക് യു ചാക്ക. പിന്നെ ഇനിയും വരണം, ഇനിയും വരണം. നാണത്തിനെ കണ്ടപ്പോഴേക്ക് എന്റെ ഒരു പഴയ ഹെഡ് മിസ്സസിന്റെ രൂപം തിരിച്ച് മനസ്സിൽ കിട്ടി. ലക്ഷ്മിക്കുട്ടി അമ്പാടി. എന്തോ മാഡത്തിന്റെ വളരെ അടുത്ത റിലേറ്റീവ് ആണ് എന്റെ SSLC ബുക്കിൽ ഒപ്പിട്ടിട്ടുള്ള ലക്ഷ്മിക്കുട്ടി അമ്പാടി. ഇതേ രൂപം തന്നെ സംസാരം വരെ ഇത്. നമ്മുടെ IFBHന്റെ പ്രസിഡന്റ് ഇസ്മയിൽ സൈഡ് സാർ വന്നിട്ടുണ്ട്. സാറിന് സംസാരിക്കാം. സൈഡ് സാറേ. സൈഡ് സാർ. അൺമ്യൂട്ട് ചെയ്യാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അൺമ്യൂട്ട് ചെയ്യാൻ. കോഹോസ്റ്റ് ആണല്ലോ. സാറിന്റെ ഫോണിന്റെ പ്രശ്നം സാറേ. ലെഫ്റ്റ് സൈഡിലൊന്ന് സാറൊന്ന്. സാർ എന്റെ ഫോണിന്റെ അല്ല, ഇസ്മയിൽ സൈഡ് സാറിന്റെ എന്റെ ക്ലിയർ ആയിട്ട്. സാറിന് പറ്റുന്നില്ല. മറ്റാരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാറ് പറയുന്നുണ്ട്. പക്ഷെ സാർ വരുന്നില്ലേ? 98 ഇന്ന് നമ്മുടെ ക്ലാസ്സിലുള്ളത്. അതിലൊരു ചോദ്യം ഇടയ്ക്ക് ചാറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ബ്ലോക്കിന് സാർ എന്താ കൊടുക്കുന്നു? തൂജോപതി തന്നെ മാഡം പറഞ്ഞ തൂജോപതി തന്നെയാണ് എനിക്ക് ബ്ലോക്കിന് ഒരു ഒത്തിരിയും. ഇത് വെച്ചാൽ ഞാൻ പറയും, തൂജ എന്ന് പറയുന്നത് ഒരു മൈക്രോ വെസലിനെ ഡയലേറ്റ് ചെയ്യാൻ ഒരു ഭയങ്കര കഴിവുണ്ട്. നമുക്ക് പല ഇതിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് പൂജയുടെ ഒരു കഴിവെന്ന് പറയുന്നത് ഈ മൈക്രോ വെസലിനെ ഡയലേറ്റ് ചെയ്യുക. കാര്യം ഞാൻ
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 2 കേസിലും ഇതുണ്ടല്ലോ, ഈ നമ്മള് മോർച്ചറിയിൽ വരെ കൊണ്ടിട്ടിട്ട് രക്ഷപ്പെട്ടെന്ന് ഈ മൈക്രോ വെസലിൽ കൂടെ 40 ഒരാൾ 37 ദിവസം, ഒരാൾ 47 ദിവസം ഇത്രയും കിടന്നതും, പിന്നെ മറ്റേ ഇവിടുത്തെ ആശുപത്രിയില് പിന്നെ ബ്രെയിനിൽ ചിക്കൻ ബോക്സ് വന്നിട്ട് കൊണ്ടിട്ട് ഇതെല്ലാം ആരെയും ഉണർത്തണതിന് ഞാൻ പറയും പൂജയാണ് പറ്റിയത്. ഉണർത്തണം വെച്ചാൽ ഈ കംപ്ലീറ്റ് ബ്രെയിൻ ഡെത്ത് പോലെ കിടക്കുന്നതിന് ബ്രെയിനിന് സർക്കുലേഷൻ കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് അതില്. അപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് ഞാൻ തന്നെ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഈ 1ാമത് മോർച്ചറിയിൽ നിന്ന് കിട്ടിയ ഒരു തയ്യക്കാരന് ഞാൻ കൂടെ പൈസ സഹായിച്ചു. പക്ഷെ അങ്ങനെ തിരിച്ചാ പൈസ എന്റെ വാങ്ങിക്കാൻ തിരിച്ചു കൊണ്ടുവന്നു. എന്നുവെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത ജോലിക്ക് എനിക്ക് അതിന്റെ വ്യക്തമാണെങ്കിൽ ഒരു ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യിച്ചപ്പോഴേക്ക് പുള്ളിക്ക് ട്രിപ്പിൾ വെസൽ ഡിസീസ് ആയിരുന്നു. 4 ബ്ലോക്ക് ഉണ്ടായിരുന്നതിൽ പിന്നെ 1 ബ്ലോക്ക് ആസിറ്റീസ്, ബാക്കിയെല്ലാം ഒരെണ്ണം കംപ്ലീറ്റ് മാറി, ഒരെണ്ണത്തിലത് ഒരു 1/4 ഭാഗം മാറി 1/4 ഭാഗത്തിലേക്ക്. അപ്പം ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വ്യത്യാസം വരുന്നതാണ് നമ്മളെ തൂജയിൽ ഇത്രയും പ്രയോജനം കിട്ടുന്നത്. അപ്പം അത് തൂജ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ. അത് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കിയുള്ള മരുന്നിന് പ്രിഫറൻസ് കൊടുക്കാറുണ്ട്. ഒരു ചോദ്യം, ഹെവിനെസ് ഓഫ് ഹെഡ് ആഫ്റ്റർ സ്ട്രോക്ക്. ആഫ്റ്റർ സ്ട്രോക്കിന് നമ്മളെ ഹോമിയോ ഇതില്ലാതെ അലോപ്പതി മരുന്നിന്റെ ഇടയിൽ കൂടെ ഹോമിയോ കൊടുക്കുന്നത്, അങ്ങനെ ഒരു ഇതുണ്ട്. കാര്യം അലോപ്പതി മരുന്ന് ഞാൻ നിർത്താൻ പറയില്ല. ആദ്യം അത് എന്നിട്ട് കുറേശ്ശെ വിഡ്രോ ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മളെ മരുന്നിൽ കൂടുതൽ ഞാൻ കൊടുക്കുന്നതിന് ആർണിക്കയാണ് ഏറ്റവും കൂടുതൽ. തൂജ ആദ്യം, പിന്നെ ആർണിക്ക കൊടുക്കും. പിന്നെ ഈ ബ്ലഡ് വെസലിന്റെ ഇതിന് കുറച്ചുകൂടെ ഒന്ന് ഇതാൻ വേണ്ടി ലാക്കസിസ് കൊടുക്കാറുണ്ട്. പ്രോട്ടാലസ് ഞാൻ അതിന് ഉപയോഗിച്ചിട്ടില്ല. ലാക്കസിസ് ആണ് കൂടുതലും ബ്ലഡിന്റെ കൂടുതൽ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ലാക്കസിസ് ആണ്. ഒരു ചോദ്യം കൂടെ, മാക്കുലർ ഡീജനറേഷൻ. മാക്കുലർ ഡീജനറേഷൻ മെഡിസിൻ ചോദിച്ചിട്ടുണ്ട്. മാക്കുലർ ഡീജനറേഷൻ എവിടെയായിരുന്നാലും ശരി, നമ്മളെ മാഡം നേരത്തെ പറഞ്ഞില്ലേ തൂജോപ്പതി എന്ന്, അത് തന്നെയാണ് എൻ്റെ ഇതില്ല. എന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂജ എന്റെ ഒരുപാട് എനിക്ക് പേരുണ്ടാക്കി തന്നതിന് തൂജ കൊടുക്കുമ്പോഴേക്കും വ്യത്യാസം വന്നിരിക്കും. അത് ടിഞ്ചർ തൊട്ട് തൂജ ഞാൻ എല്ലാ കൂട്ടത്തിലും കരുതിയിട്ടുണ്ട്, ടിഞ്ചർ വരെ. ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടിഞ്ചർ ഇതിന്റെ കൊടുക്കും. പിന്നെ സിംഫൈറ്റം ഇതിന് നല്ല ആക്ഷൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റെന്റ് ഇട്ട കേസില് പെയിൻ ഉണ്ട്, കൊടുക്കാവുന്ന മരുന്ന്. സ്റ്റെന്റ് ഇട്ട കേസിലാണെങ്കിൽ നമ്മൾ ആർണിക്കാണെന്ന് വെച്ചാൽ ഒരു ഇഞ്ചുറി ഉണ്ടാക്കിയിട്ടാണല്ലോ നമ്മൾ സ്റ്റെന്റ് ഇടുന്നത്. സ്റ്റെന്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് മറ്റേ ബ്ലഡ് ഫ്ലോ ക്ലിയർ ആവും. പക്ഷെ സ്റ്റെന്റ് ആസിഡ് അവിടെ ഞെരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇത് മാറാനായിട്ട് ആർണിക്കാണ് സ്റ്റെന്റ് ഇട്ടവർക്ക് ഞാൻ കൊടുക്കുന്നത് ഏറ്റവും പ്രധാനം. ആർണിക്ക കാര്യം അതിൽ ഡയലേറ്റ് ചെയ്യാനൊന്നുമില്ല. അതായത് പൂജ കൊടുക്കേണ്ട കാര്യം, പൂജ കൊടുത്ത് ഡയലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൾറെഡി ഡയലേറ്റഡ് ആണ്, സ്റ്റെന്റ് അതിനകത്ത് ഇട്ടിട്ടാണ് ഡയലേറ്റഡ് ചെയ്തത്. അപ്പൊ അവിടെ അത് യോജിക്കാൻ വേണ്ടി കൊടുക്കുന്നത് ആർണിക്ക. അതും വണ്ണം തന്നെ 3200 കൊടുക്കാറുണ്ട് ഇല്ല. വണ്ണമിന്റെ ഒരു 6 ഡോസ് അങ്ങ് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസം വരും. അതിന്റെ കൂടെയും പെയിൻ ഉണ്ടെങ്കിൽ ഹെപ്പാർ കഴിക്കാൻ പറയും, ബ്രയോണി കഴിക്കാൻ പറയും. റെസ്പിറേറ്ററി ഇതിന്റെ വരണമെങ്കിൽ ആഴ്സ് ഇങ്ങനെ ഉള്ള ആ സിംറ്റം കണക്കാക്കി ഓരോന്നും കഴിക്കാൻ പറയും, അല്ലെങ്കിൽ കൊടുക്കും. ഇനി ആർക്കെങ്കിലും ചോദ്യമുണ്ടോ? നമുക്ക് സമയമായി 10:30. ദേവൻ ഡോക്ടർ സാറിനോട് നന്ദി പറയണേ. ദേവൻ ഡോക്ടർ. നമസ്കാരം സാർ. ആദ്യത്തെ സാറിന്റെ ക്ലാസ്സിൽ ഞാൻ യാത്രയിലായിരുന്നു എങ്കിലും കേട്ടു. രണ്ടാമത്തതും അതുപോലെ ആയിരുന്നു. ഇന്ന് എന്തായാലും ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പനിയായിരുന്നെങ്കിലും ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കയറി ഇത്തരം അനുഭവങ്ങൾ, തുറന്നു പറയുന്ന അനുഭവങ്ങൾ, ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് ഹാനിമാൻ ഹോമിയോപ്പതിക്ക് ആദ്യം പ്രബന്ധത്തിന്റെ. നമ്മൾ ഈ ചെയ്തത് അതുപോലെ പറഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു നാച്ചുറാലിറ്റി എന്ന് മാത്രമല്ല, അത് ആളുകൾ അത് നമ്മളെ ഡോക്ടർമാർക്ക് അത് ചെയ്തു നോക്കാനൊരു ഇത് വരും. ഇപ്പം തന്നെ മറ്റേ നമ്മൾ അമ്പാടി ഡോക്ടർ പറഞ്ഞത് 1200 ആയിരുന്നു ഇത്ര പേരുള്ള ഇതില് ഈ ഇതുണ്ടല്ലേ നമ്മളെ ഈ തൂജയും നേട്രമൂറും എന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ, ഒരു എന്തോ പറയണ ഒരു കോമ്പിനേഷൻ അത് കൊടുക്കുക എല്ലാവർക്കും അത് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അയഡവും മറ്റേ ഇതൊക്കെ വിട്ട് തലവഴിയെ കോരി ഒഴുകിയ തുള്ളിമരുന്ന് കൊടുക്കുക ഒന്നും വേണ്ട. ഇതിലങ്ങ് തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്.
ഒരു 3 ട്രിപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് TSH ഒക്കെ പെർഫെക്റ്റ് നോർമൽ ആവും. അത് മാത്രമല്ല ഇതിന്റെ ഈ തൈറോയിഡിന്റെ കൂടുതൽ TSH കുറഞ്ഞാലും കൂടിയാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. വേറെ മരുന്നിനെ പറ്റി ആലോചിക്കുക വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഇത്തരം നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ഈ വേദി പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഒരു വലിയൊരാളെന്ന് അതുകൂടി കേൾക്കുമ്പോ ഞാനൊക്കെ അത് ചെറിയൊരാളെന്ന രീതിക്കാ പറഞ്ഞിരിക്കണം. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ തയ്യാറാതിന് എനിക്കൊരു വ്യക്തിപരമായിട്ട് എനിക്ക് എന്തായാലും ഒരു സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം ക്ലാസ്സുകളുമായിട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സാറിനും ഇത് പങ്കെടുക്കുന്ന ഇതിൽ കേൾവിക്കാരായിട്ടും ഇതിൽ സജീവമായിട്ട് ചോദ്യങ്ങളും ഒക്കെ ഉന്നയിച്ച് പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും എന്റെ സൗണ്ട് ഒന്ന് പോയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. സാറിന്റെ പടവും കാണുന്നില്ല, സാറിന്റെ ശബ്ദം മാത്രമേ കേൾക്കണുള്ളൂ. അതെ, ഞാനതെ വയ്യാതിരിക്കുകയാണ്, ഞാൻ പനിയായിട്ടിരിക്കുക. ശബ്ദ വ്യത്യാസമുണ്ട്. നന്ദി ദേവൻ. എന്തായാലും നമുക്ക് ഇന്നത്തെ 1450 ദിവസത്തില് വളരെ ഒരു നല്ല ക്ലാസ് ആണ് ഞങ്ങൾക്ക് ലഭിച്ചത്. സാർ ചിന്തിക്കരുത്, സാർ എപ്പോ വന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അടുത്തടുത്ത് വന്നൊന്നും സാറ് ചിന്തിക്കരുത്. അതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്ക് നല്ല ക്ലാസ്സുമായിട്ട് തീർച്ചയായും നമ്മൾ ചെയ്യണത് പറഞ്ഞു തരാനായിട്ട് സന്തോഷമുണ്ട്. അത് ഞങ്ങളെല്ലാം ഞങ്ങളിപ്പോ ഈ തമ്മില് വീട്ടിൽ തന്നെ 4 പേരുണ്ട്. 4 പേര് തമ്മില് ഞങ്ങൾ രണ്ടുപേരും ഒരു ബാച്ച്, പിന്നെ മോനും മരുമോളും അടുത്ത ബാച്ച്. അവർ രണ്ടുപേരും അതില് ഒരു ക്ലാസിക്കൽ ഹോമിയോപ്പതിക്കാരാണ്. ഞങ്ങൾ ഈ തരികിട ഹോമിയോപ്പതിക്കാരാണ്. അവരെവിടെയുണ്ട്? അവര് ഇവിടെ വീട്ടിൽ തന്നെ, ഇവിടെ തന്നെ ഉണ്ട്. ഒരാള് പിന്നെ അടൂര് വർക്ക് ചെയ്യുന്നു, ഒരാള് ഇവിടെ തിരുവനന്തപുരം ആശുപത്രിയില് നെടുമങ്ങാടുമായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തായാലും സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഞാൻ പറയും, എന്നെ ഈ ഫീൽഡിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് മിസ്സസ് ആണ്. മിസ്സസിനെ എന്ന് വെച്ചാൽ മഞ്ചേരി ആശുപത്രിയിൽ നിന്ന് നല്ല തറവായിട്ട് പഠിച്ചു. കാര്യം IP-യും OP-യും ഉണ്ട്. ഒരു 500 OP വരെ ഡെയിലി ഉണ്ട്. പിന്നെ ഒരു 100 ബെഡ് 50 ബെഡ് എന്തോ ഉണ്ട്. അതിന്റെ നല്ലവണ്ണം എനിക്കാണെങ്കിൽ ഇത്രയും ഇതുണ്ടെങ്കിൽ എനിക്ക് IP എക്സ്പീരിയൻസേ ഇല്ല. ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാറാത്തോണ്ട് പിന്നെ ഈ IP-യിലോട്ടൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അവിടെ തന്നെ ഇരുന്ന് അറിയാത്തോട്ട് അവിടെ ഇരുന്ന് റിട്ടയർ ചെയ്തു. അതുപോലെ സാറിന്റെ വലങ്കയായ ഷീജ ഡോക്ടർക്കും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകം. ഞങ്ങളെ ഒരുമിച്ച് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ 99 പേരോളമാണ് പങ്കെടുത്തത്. പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ സൂം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.